അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ലെസ്റ്റർ ജോസഫ്, ജിജു ഡാനിയേൽ, മുസ്തഫ, ആശ ബെന്നി, ഗ്രേസി സെബാസ്റ്റ്യൻ, അങ്ങനെ പ്രേക്ഷകരൊക്കെ സജീവമാകുന്നുണ്ട്. സുലൈമാൻ അബ്ദുൽ ഖാദർ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ അബ്ദുൽ ഖാദർ. അങ്ങനെ ഗീതു ജി ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. ഷമി സുലൈമാൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. എല്ലാ പ്രേക്ഷകരും സജീവമായി തന്നെ 24-നൊപ്പം തുടരുക. അതിനിടയിൽ ജോസഫ് എന്ന പ്രേക്ഷകൻ പറയുന്നത് വണ്ടിപ്പെരിയാർ വാർത്ത കാണിക്കൂ എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പോകുന്നത് വണ്ടിപ്പെരിയാർ വാർത്തയിലേക്ക് തന്നെയാണ്. വണ്ടിപ്പെരിയാർ കേസിൽ വീണ്ടും ക്രൂരത. അല്പസമയം മുൻപാണ് ഈ വാർത്ത വന്നത്. വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ 6 വയസ്സുകാരിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റു. ഇരുവരെയും ആക്രമിച്ചത് കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ പിതൃ സഹോദരൻ പാൽരാജാണ്. വണ്ടിപ്പെരിയാർ ടൗണിൽ വാക്ക് തർക്കത്തിനിടെയാണ് ഇരുവർക്കും കുത്തേറ്റത്. പരിക്കേറ്റ രണ്ടുപേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും. ധർമ്മപുരിയിൽ ഒരു മരണം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അതിനുവേണ്ടി ഞാനും എൻ്റെ അച്ഛനും കൂടെ സ്കൂട്ടിക്ക് അങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് വഴിയാണ് പോകുന്നത്. അതിനങ്ങനെ പോകുമ്പോൾ ഈ അർജുനൻ്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോയപ്പോഴത്തേന് ഇവൻ പാക്കറ്റിൽ നിന്ന് കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്തു കാണിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലപ്പെടുത്തേന് ഞങ്ങൾ അന്നേരം അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് കുത്തുന്നത്. അപ്പം ആൾക്കാരൊന്ന് പിടിച്ചു മാറ്റി ഇങ്ങനെ നോക്കുന്ന എല്ലാം ബ്ലഡ് ദേഹത്തെല്ലാം കുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഈ ആക്രമണം നടത്തിയ പാൽരാജ് അതിനുശേഷം CPIM ഓഫീസിലേക്ക് ഓടിക്കയറിയെന്നാണ് ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ 24-നോട് വ്യക്തമാക്കിയത്. ആ പ്രതികരണത്തിലേക്ക് കൂടി. പശ്ചിമല ജംഗ്ഷനിലാണ് ബൈക്കിൽ പോകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് കടകളെ തെരി വിളിച്ചിരുന്ന ഇവർ ഇറങ്ങി നിന്നപ്പം ഓടി വന്ന് ചാടി വന്ന് കത്തിയെടുത്ത് ചേട്ടനെയും പുറവശവും കാലിലും മറ്റേ അച്ഛന്റെ പുറയിലും കുത്തേറ്റു. കുത്തേറ്റ് കഴിഞ്ഞ നേരെ ആള് ഓടിപ്പോയി നേരെ CPM ഓഫീസിലാണ് അപേക്ഷ കേസിന്റെ ഇത് എഴുതാൻ പോയേക്കുന്നത്. കുട്ടിയാള് അർജുന്റെ ചിറ്റപ്പൻ അപ്പന്റെ അനിയൻ കാലിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 തുടയിലും പിന്നെ മുതുകിന്റെ പുറവശം ഹൈറ്റിലും ഒരു പോറലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ പാൽരാജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഈ അക്രമി അതിനുശേഷം CPIM ഓഫീസിലേക്ക് ഓടിക്കേറി എന്നതായിരുന്നുവല്ലോ. പോലീസ് എവിടെ നിന്നാണ് ഇപ്പോൾ ഈ പാൽരാജിനെ പിടികൂടിയിരിക്കുന്നത്? വിഷ്ണു, ഉന്മേഷ, അത് അദ്ദേഹം പറഞ്ഞതാണ്. അതിലൊരു സ്ഥിരീകരണത്തിലേക്ക് ഇനിയും എത്തേണ്ടിയിരിക്കുന്നു. കാരണം പാൽരാജ് അതിന് പിന്നാലെ പോയത് പീരുമേട് ആശുപത്രിയിലേക്കാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അയാൾക്ക് പരിക്കേറ്റിരുന്നു. അങ്ങനെ അയാൾ പീരുമേട് ആശുപത്രിയിൽ പോയി. അവിടെ വെച്ചാണ് നിലവിൽ പീരുമേട് പോലീസ്, വണ്ടിപ്പെരിയാർ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളെ ആശുപത്രിയിൽ തന്നെയാണ് ഇയാൾ ഉള്ളത്. അതിനുശേഷം ഇയാൾക്ക് ചില മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്യുക. പാൽരാജ് നിലവിൽ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പശ്ചിമല ജംഗ്ഷനിൽ വെച്ചാണ് ഈ പെൺകുട്ടിയുടെ പിതാവും അതോടൊപ്പം തന്നെ മുത്തശ്ശനും ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. ഒരു ചടങ്ങിലേക്ക് അവർ പോകുകയായിരുന്നു. ഇവിടെ വെച്ച് പാൽരാജ് ഇവരെ കാണുകയും തടഞ്ഞു നിർത്തുകയും ചെയ്തു. പിന്നീട് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിനിടയിലാണ് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് പാൽരാജ് ഇരുവരെയും ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ ഇവരുടെ കൈക്കും അതോടൊപ്പം കാലിനും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട പരിക്കുകളല്ല. ഇവരെ നിലവിൽ വിദഗ്ധ ചികിത്സക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രണം ഈ ആക്രമണത്തിന് പിന്നിലുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ കുടുംബം മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ടിരുന്നു. തങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ കേസ് വീണ്ടും പരിഗണിക്കാമെന്ന് ഹൈക്കോടതി ഈ കേസിന്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ട ഫയൽ സ്വീകരിച്ചിരുന്നു. അത്തരത്തിൽ ഈ കേസ് വീണ്ടും ശക്തമായി വരുന്നു എന്നൊരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും തരത്തിലുള്ള ആസൂത്രണം നടന്നിട്ടുണ്ടോ, കൃത്യമായ ഗൂഢാലോചനയ്ക്ക് ഒടുവിലാണോ ഈ കൊലപാതക ശ്രമം നടന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത്. അതല്ലെങ്കിൽ പൊടുന്നനെ ഉണ്ടായ ഒരു പ്രകോപനത്തിലാണ് ഇയാൾ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ എന്തിനാണ് ഇയാൾ കത്തി കൊണ്ട് നടക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ആ വിഷയത്തിലെല്ലാം വ്യക്തത വരണം. പാൽരാജിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്യുന്നതിലോടുകൂടി മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ആദ്യം ആ കുടുംബത്തിന് നീതി നിഷേധിച്ചു. പിന്നീട് ഇപ്പോൾ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അവരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ വരുന്ന വിമർശനം. ഉന്മേഷം.
ശരി, വണ്ടിപ്പെരിയാറിലാണ് ഈ സംഭവം ഉണ്ടായത്. അത് അത്യധികം പ്രതിഷേധജനകമാണെന്ന് ഇപ്പോൾ തന്നെ പ്രതിപക്ഷം തന്നെ പറയുന്നു. ആ നിലയ്ക്ക് അഭിപ്രായങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ആ സംഭവത്തിൽ ഇപ്പോൾ ആക്രമിച്ച ആളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പാൽരാജ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷകർ നമ്മോടൊപ്പം സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒട്ടേറെ ആളുകൾ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. ഒപ്പം ഹാഷ്മി എവിടെ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. സാധാരണ ഹാഷ്മിയാണ് ഈ സമയത്ത് എത്താറുള്ളത്. ഹാഷ്മി ഇന്ന് കലോത്സവ വേദിയിലേക്ക് പോയതാണ് കൊല്ലത്ത്. അതുകൊണ്ടാണ് ഇന്ന് ഹാഷ്മി ഈ പരിപാടിയുടെ ഭാഗമാകാത്തത്. രഹന ഗുഡ് ആഫ്റ്റർനൂൺ മേഷ് എന്ന് പറയുന്ന രഹന ഗുഡ് ആഫ്റ്റർനൂൺ. ഒട്ടേറെ വിഷയങ്ങളിലും പ്രേക്ഷകർ പ്രതികരണം അറിയിക്കുന്നുണ്ട്. കലോത്സവവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സജീവമായി തന്നെ യൂട്യൂബ് കമന്റുകളായി വരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന് വീണ്ടും EDയുടെ സമൻസ്. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് നിർദ്ദേശം. വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള ആദ്യ സമൻസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിൻവലിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെന്നും രാഷ്ട്രീയ നീക്കമെന്നും ഡോക്ടർ TM തോമസ് ഐസക് 24-നോട് പ്രതികരിച്ചു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള സമൻസ് അയക്കരുതെന്ന് ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ 1.5 വർഷം മുൻപ് നൽകിയ സമൻസ് ED പിൻവലിച്ചു. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചാണ് പുതിയ സമൻസ്. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നുവെങ്കിലും നിയമോപദേശം തേടിയ ശേഷമാണ് അന്വേഷണ സംഘം പുതിയ സമൻസ് നൽകിയത്. ED സമൻസ് ലഭിച്ചുവെന്നും 1.5 വർഷമെടുത്ത് അന്വേഷണ വിഷയം തീരുമാനിച്ചതിൽ സന്തോഷമെന്നും ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. ലഭിച്ചു. ഇത് നോക്കുമ്പോ മെയിലിൽ വന്നിട്ടുണ്ട്. അതിന്റെ സൗകര്യം നോക്കിയിട്ട് പങ്കെടുക്കും. നമുക്ക് ഭയങ്കര തിരക്കില്ല. മൈഗ്രേഷൻ കൊണ്ടുള്ള 21-ാം തീയതി വരെ അതിന്റെ തിരക്കുകൾ നടക്കുക. പിന്നെ വക്കീലന്മാരുടെ ആലോചിക്കണല്ലോ എന്ത് എന്തായാലും അതൊക്കെ ആലോചിച്ചിട്ട് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. കിഫ്ബി CEO KM എബ്രഹാം, ജോയിന്റ് ഫണ്ട് മാനേജർ ആനി തോമസ് എന്നിവർക്ക് പിന്നീട് സമൻസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മസാല ബോണ്ട് വഴിയാണ് കിഫ്ബി വിദേശത്ത് നിന്നും 2500 കോടി രൂപ സമാഹരിച്ചത്. ഇതിൽ ഫെമ നിയമലംഘനം നടന്നുവെന്നും അതിന് തെളിവുകളുണ്ടെന്നുമാണ് EDയുടെ ആരോപണം. തോമസ് ഐസക് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാതെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് ED. ശ്യാംകുമാർ, 24, കൊച്ചി. ഒട്ടേറെ പ്രേക്ഷകർ പല വിഷയങ്ങളിൽ പ്രതികരണം അറിയിക്കുന്നുണ്ട്. വണ്ടിപ്പെരിയാറിലെ കുട്ടിക്ക് ഏതായാലും നീതി ലഭിച്ചില്ല, എന്നിട്ട് വീണ്ടും ആ കുടുംബത്തെ വേട്ടയാടുന്നത് ഇവിടുത്തെ നിയമം തങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല എന്ന അഹങ്കാരം കൊണ്ടാണെന്ന് ഇർഷാദിന്റെ പ്രതികരണം വരുന്നുണ്ട്. ഹാഷ്മി ഇല്ലേ ഇന്നും എന്നാണ് താഹിറയുടെ ചോദ്യം. ഇന്നുമില്ല താഹിറ. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് നൌഷാദ്. തിരിച്ചും നൌഷാദ് ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ പ്രേക്ഷകർക്ക് ഒട്ടേറെ വിഷയങ്ങളൊക്കെ പ്രതികരണം അറിയിക്കുന്നുണ്ട്. ഹാഷ്മിയും പ്രവിധിയും രാവിലെ മോർണിംഗ് ഷോയിൽ കണ്ടു എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. അവർ ഇന്ന് കൊല്ലത്ത് നിന്ന് മോർണിംഗ് ഷോ ചെയ്തിരുന്നു. നമ്മൾ സജീവമായ വാർത്താ ദിനമായതുകൊണ്ട് തന്നെ അടുത്ത വാർത്തയിലേക്ക് വളരെ വേഗത്തിൽ കിടക്കുകയാണ്. CPM-നെതിരെ വീണ്ടും പരസ്യ വിമർശനവുമായി മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ G സുധാകരൻ രംഗത്തെത്തിയ ദിവസമാണ്. കായംകുളത്ത് 2001-ൽ താൻ തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയത് കൊണ്ടാണെന്ന് G സുധാകരൻ തുറന്നടിച്ചു. മനസ്സിൽ ഒന്ന് കരുതുകയും ഉടുപ്പിന്റെ അടിയിൽ കഠാര ഒളിപ്പിച്ച് കുത്തുകയും ചെയ്യുന്നതാണ് ചിലരുടെ ശൈലി. ഇടതുപക്ഷമെന്നാൽ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും G സുധാകരൻ. സർക്കാരും CPIM-ഉം കടുത്ത വിമർശനങ്ങൾ നേരിടുന്നതിനിടെയാണ് വീണ്ടും പരസ്യ പ്രതികരണവുമായി G സുധാകരൻ രംഗത്തെത്തുന്നത്. കായംകുളത്ത് 2001-ലെ തെരഞ്ഞെടുപ്പിൽ MM ഹസനുമായുള്ള മത്സരം തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയതുകൊണ്ടാണെന്ന് സുധാകരൻ തുറന്നടിച്ചു. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും G സുധാകരന്റെ പരിഹാസം. എല്ലാവരും വാരുന്നല്ല, അതൊരു കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്ന കുറച്ചാളിവിടെയുണ്ട്. അതിപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും, ഇന്നലെയുണ്ട്. ഞാനും അനുഭവിച്ചത്. തനിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു. ദേവികുളങ്ങരയിൽ പര്യടനത്തിന് പോകാൻ 3 മണിക്കൂറോളം കാത്തുനിന്നിട്ടും വാഹനം കിട്ടിയില്ലെന്നും G സുധാകരൻ ആരോപിച്ചു. മനസ്സിലൊന്ന് കരുതുകയും ഉടുപ്പിനിടയിൽ കടാര ഒളിപ്പിച്ചു പിടിച്ച് കുത്തുകയും ചെയ്യുകയാണ് പലരുടെയും ശൈലിയെന്നും G സുധാകരൻ. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, അതാ ഇടതുപക്ഷം. മനസ്സിലൊന്ന് കരുതുക, പുറകിൽ ഉടുപ്പിൻ്റെ ഇടയിൽ കടാര ഇങ്ങനെ ഒളിച്ചു പിടിക്കുക, കുത്തുക. ഇതൊന്നും ശരിയല്ല. കായംകുളത്ത് സോഷ്യലിസ്റ്റ് നേതാവ് PA ഹാരിസ് അനുസ്മരണ പ്രസംഗത്തിനിടെയാണ് G സുധാകരന്റെ വെളിപ്പെടുത്തലും വിമർശനവും. പ്രായപരിധി കടന്നതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട G സുധാകരൻ നിലവിൽ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. 24, ആലപ്പുഴ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ G സുധാകരന്റെ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രതിരോധത്തിലാണ് പാർട്ടി പല വിഷയങ്ങളിലും ഇപ്പോൾ.
അതുകൊണ്ട് ആ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്ന ഈ നിലപാടുകൾ പ്രധാനപ്പെട്ടതാണ്. ആ നിലയ്ക്ക് ആ വിമർശനത്തെ ഉൾക്കൊള്ളുമോ CPIM എന്നതും അറിയേണ്ടതുണ്ട്. ജോമോൻ ജോസഫ് പറയുന്നു, ഞങ്ങളുടെ നാടായ നിലമ്പൂരിനടുത്തുള്ള നരിവാലമുണ്ടയിൽ നടക്കുന്ന ന്യൂ ഇയർ പ്രോഗ്രാം, അതിൻ്റെ പേര് ഉണർവ് 2024 എന്നാണ്, ഞായറാഴ്ച വൈകുന്നേരം നടത്തുന്നു, സ്വാഗതം എന്നുള്ളതാണ്. ആ പരിപാടി നന്നായിട്ട് നടക്കട്ടെ ജോമോൻ, അതിന് ആശംസകൾ അറിയിക്കുകയാണ്. ഞങ്ങൾ വടക്കഞ്ചേരി എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ പറയുമെന്നാണ് ജാസ്മിൻ അബ്ബാസ് ആവശ്യപ്പെടുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ജാസ്മിൻ. അവിടെയുള്ള എല്ലാവർക്കുമായി നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. ഗവർണർ സർക്കാർ പോരെ ഏതായാലും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഗവർണർ ഇന്ന് വ്യക്തമാക്കിയത് നയപ്രഖ്യാപന പ്രസംഗം നടത്തും നിയമസഭയിൽ എന്നുള്ളതാണ്. ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് അദ്ദേഹം അറിയിച്ചു. അതിനിടെ ഗവർണറെ അധിക്ഷേപിച്ച് എം മണി MLA, അദ്ദേഹം ഉടുമ്പൻചോലയിലെ MLA ആണ്, അദ്ദേഹം രംഗത്ത് വന്നു. തൊടുപുഴയിൽ വ്യാപാരി വ്യവസായികളുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാനിരിക്കെ ചൊവ്വാഴ്ച ഇടുക്കിയിൽ LDF നേതൃത്വം ഹർത്താൽ പ്രഖ്യാപിച്ചു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുമ്പോഴും ജനുവരിയിൽ നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. Constitutional duty is there. Why this question should be asked? There is no doubt about that. I will do it. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നിലപാടിൽ അധിക്ഷേപ പരാമർശവുമായി എം മണി MLA. ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്തതാണ്, നിയമസഭ പാസാക്കിയത. അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന നാലാന്തരത്തിലെ 5ാം തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചൊവ്വാഴ്ച തൊടുപുഴയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായികളോട് ആവശ്യപ്പെട്ടെങ്കിലും വ്യാപാരികൾ ആവശ്യം നിരാകരിച്ചു. ഇതിനു പിന്നാലെ ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. അതിനിടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബില്ലുകളിൽ ഒപ്പിടാതെ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടാണ് സർക്കാരിനും ഇടതുമുന്നണിക്കും. 24 തിരുവനന്തപുരം. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ഗവർണർക്കെതിരായ പ്രതിഷേധമുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് താൻ ആ ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റും എന്നാണ് പറയുന്നത്. നമ്മളിനി പോകുന്നത് കണ്ണൂരിലേക്കാണ്. പോലീസിനെതിരായ M വിജിൻ MLAയുടെ പരാതിയിൽ കണ്ണൂർ ടൗൺ SIക്ക് വീഴ്ച പറ്റി എന്ന് അന്വേഷണ റിപ്പോർട്ട്. കണ്ണൂർ ACP ആണ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയത്. KGNA മാർച്ചിൽ സുരക്ഷ ഒരുക്കുന്നതിൽ ഗുരുതര വീഴ്ചയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ നടത്തിയ കലക്ടറേറ്റ് മാർച്ചിനിടെയായിരുന്നു കല്യാശ്ശേരി MLA M വിജിനും കണ്ണൂർ ടൗൺ SI PP ഷമീലും തമ്മിലുള്ള പോര്. SI പൊതുമധ്യത്തിൽ അപമാനിച്ചു, പ്രോട്ടോകോൾ പാലിച്ചില്ല തുടങ്ങിയവയാണ് MLAയുടെ ആരോപണം. നടപടി ആവശ്യപ്പെട്ട് M വിജിൻ കമ്മീഷണർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിനായി ACP TK രത്നകുമാറിനെ നിയോഗിച്ചത്. ടൗൺ SIക്ക് വീഴ്ച പറ്റിയെന്നാണ് ACPയുടെ കണ്ടെത്തൽ. SI പ്രകോപനപരമായി ഇടപെട്ടത് അനാവശ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമായിട്ടും മാർച്ചെത്തുമ്പോൾ ഗേറ്റിൽ സമരക്കാരെ തടയാൻ പോലീസ് ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് പ്രതിഷേധക്കാർ കളക്ടറേറ്റ് വളപ്പിൽ പ്രവേശിച്ചത്. സുരക്ഷയൊരുക്കുന്നതിൽ ഗുരുതര പിഴവുണ്ടായെന്നും കണ്ടെത്തൽ. SIക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകുമെന്നാണ് സൂചന. CPIM നേതാക്കളും SIക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതോടെ നടപടിക്ക് സമ്മർദ്ദം ശക്തമാണ്. അതേസമയം 100ഓളം വരുന്ന സമരക്കാർക്കെതിരെ കേസെടുത്ത പോലീസ് MLAയെ ഒഴിവാക്കിയത് ഇരട്ടത്താപ്പെന്ന പ്രതിപക്ഷ വിമർശനം. കളക്ടറേറ്റ് വളപ്പിലെ പോര് ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേടാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. 24 കണ്ണൂർ. കണ്ണൂർ ടൗൺ SIക്കെതിരെ ഇനി നടപടി ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കലോത്സവ വാർത്തകൾ എവിടെ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. കലോത്സവത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള വാർത്തകൾ പ്രതീക്ഷിക്കുന്നതാണ് വിഷ്ണു ബി പറയുന്നത്. ഉണ്ണി മേനോൻ അദ്ദേഹം പറയുന്നത് കലോത്സവ പോയിന്റ് നില അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പാലക്കാടിൻ്റെ കുട്ടികൾക്ക് എന്തു പറ്റിയെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഉണ്ണി മേനോൻ ഇപ്പോഴത്തെ വിവരമനുസരിച്ച് കണ്ണൂരാണ് 1ാം സ്ഥാനത്തുള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കുറച്ച് പോയിന്റുകൾക്ക് മാത്രമാണ് മറ്റ് ജില്ലകൾ പിന്നിലുള്ളത്. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതുകൊണ്ട് തന്നെ ആര് 1ാം സ്ഥാനത്തെത്തും എന്നുള്ളത് ഇപ്പോൾ പറയുക വയ്യ. നമ്മൾ കലോത്സവ വാർത്തകളിലേക്ക് എത്തും. ആ സമയത്ത് പോയിന്റ് നില അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. K മുരളീധരന്റെ തുറന്നു പറച്ചിലിൽ നേതൃത്വം വെട്ടിൽ എന്നുള്ള വാർത്തയിലേക്കാണ് ഇനി.
കോൺഗ്രസിൽ കൂടിയാലോചനയില്ല എന്ന കെ മുരളീധരന്റെ തുറന്നു പറച്ചിൽ അത് അദ്ദേഹം 24 നടത്തിയ തുറന്നു പറച്ചിലാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നു. പാർട്ടിയിൽ ചർച്ച വേണമെന്ന് കെ മുരളീധരനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു. എന്നാൽ പാർട്ടിയിലും UDF-ലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. ഇതിനിടെ തൃക്കാക്കരയിലെ പ്രവർത്തനങ്ങളിൽ അവഗണന എന്നാരോപിച്ച് എറണാകുളം DCC നേതൃത്വത്തിനെതിരെ ഉമാ തോമസ് MLA KPCCക്ക് പരാതി നൽകി. 24-ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിലാണ് കെ മുരളീധരൻ MP പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത്. കോൺഗ്രസിനകത്ത് കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന കെ മുരളീധരന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുകയാണ് മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും. പാർട്ടിയിൽ ചർച്ച വേണമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് രമേശ് ചെന്നിത്തല. അല്ല, പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. കെ മുരളീധരന്റേത് പോസിറ്റീവ് വിമർശനമാണെന്നും ജനാധിപത്യത്തിൽ വിമർശനം ആവശ്യമാണെന്നും തിരുവഞ്ചൂരും പ്രതികരിച്ചു. അതൊരു പോസിറ്റീവ് വിമർശനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കൂടിയാലോചന വേണം എന്നുള്ളത് ഒരു ജനാധിപത്യ പാർട്ടിയിലെ ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് സാധാരണ നടക്കുന്നതുമാണ്. ഞാൻ അതിനെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യാം. എന്നാൽ മുതിർന്ന നേതാക്കളെ തള്ളുകയാണ് VD സതീശൻ. അല്ലാതെ ഈ KPCC പ്രസിഡന്റ് ഇങ്ങനെ ചികിത്സാർത്ഥം പോയതുകൊണ്ട് KPCC യോഗം നടക്കാതെ ഗൂഗിൾ മീറ്റിംഗ് ആണ് 2 പ്രാവശ്യം നടത്തിയത്. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് നടക്കും. കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വത്തിന് സാധിക്കാത്ത അവസ്ഥയാണ്. എറണാകുളം DCC നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഉമാ തോമസ് MLA പരാതിയുമായി രംഗത്തെത്തിയത്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലുൾപ്പെടെ അവഗണിക്കുന്നുവെന്നാണ് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ നേതാക്കൾ പരസ്പരം പഴിചാരുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന് കണ്ടറിയാം. 24 തിരുവനന്തപുരം. അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുന്നു. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒട്ടേറെ പ്രേക്ഷകർ പല വിഷയങ്ങളിലായി പ്രതികരണം അറിയിക്കുന്നുണ്ട്. MLA അറിയാത്ത പോലീസുണ്ടോ എന്നാണ് ഹരിദാസന്റെ ചോദ്യം. സാധാരണഗതിയിൽ അങ്ങനെയല്ല, MLA അറിയേണ്ടതാണ്. പോലീസിന് ഒട്ടേറെ ആരാധകരുണ്ട്. പാലക്കാടിനൊപ്പം ഈ കലോത്സവത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കപ്പ് പാലക്കാടിന് തന്നെയെന്നാണ് ഷൈനി ചിത്ര പറയുന്നത്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ വിവിധ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ അറിയിക്കുന്നു. നമ്മളതൊക്കെ കാണുന്നുണ്ട്. അതിൽ അരുൺ ബാബു പറയുന്നത്, ഞാൻ സ്ഥിരം പ്രേക്ഷകനായിരുന്നു, നമ്മുടെ കമൻറ്റുകളൊന്നും ആരും നോക്കുന്നില്ല, അതുകൊണ്ട് കമൻറ്റുകളൊന്നും വിടരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇല്ല, നമ്മൾ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്, അതിൽ പലതും പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അരുൺ ബാബു. വാർത്തയിലേക്ക് കിടക്കുകയാണ്. വീണ്ടും തട്ടം പരാമർശത്തിൽ നിലപാട് മാറ്റാതെ സമസ്ത. തട്ടം പരാമർശത്തിൽ സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ പരാതിക്കാരി VP സുഹറയ്ക്കെതിരെ സമസ്ത ധാർമ്മിക ബോധത്തോടെ ജീവിക്കുന്ന സ്ത്രീകളെ സുഹറ വെല്ലുവിളിക്കുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും സമസ്ത നേതൃത്വം വ്യക്തമാക്കി. ഉമർ ഫൈസിയുടെ പ്രസ്താവനയെ പിന്തുണച്ച സമസ്ത ഒരു പണ്ഡിതന്റെ ധർമ്മം നിർവഹിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്ന് വിശദീകരിച്ചു. കേസ് കൊടുത്ത് മാധ്യമ ശ്രദ്ധ നേടാനാണ് VP സുഹറ ശ്രമിച്ചതെന്നും സമസ്ത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ധാർമ്മിക ബോധത്തോടെ ജീവിക്കുന്ന സ്ത്രീകളെ വെല്ലുവിളിക്കുന്ന VP സുഹറയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും സമസ്ത കുറ്റപ്പെടുത്തുന്നു. കേസെടുത്ത നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നാസർ ഫൈസി കൂടത്തായി 24-നോട് പറഞ്ഞു. ചില ആളുകൾ ചീപ്പ് പോപ്പുലാരിറ്റി നേടാൻ വേണ്ടി ബഹുമാന്യരായ പണ്ഡിതന്മാർക്കെതിരെ നടത്തുന്ന ഇത്തരം ദുരാരോപണങ്ങൾ അതിന് പോലീസ് പ്രോത്സാഹനം കൊടുക്കുകയും ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് പ്രതിഷേധാർഹമാണ്. ശക്തമായി ഉമർ ഫൈസിയെ പോലുള്ള പണ്ഡിതന്മാർക്ക് നേരെ നടത്തുന്ന ഇത്തരം നിയമ നടപടികളെ സംഘടന ഒറ്റക്കെട്ടായി ചെറുക്കുക തന്നെ ചെയ്യും. മതസ്പർദ്ധ വളർത്തൽ, മതവികാരം വ്രണപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി നടക്കാവ് പോലീസാണ് ഉമർ ഫൈസിക്കെതിരെ കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന VP സുഹറയുടെ പരാതിയിലാണ് പോലീസ് നടപടി. തട്ടമിടാത്തവരൊക്കെ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന പരാമർശത്തിനെതിരെയാണ് VP സുഹറ പരാതി നൽകിയത്. 24 മലപ്പുറം. ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു വാർത്തയാണ്, അതുകൊണ്ട് അതിലേക്ക് കൂടി നമ്മൾ പോകുന്നു. പാണക്കാട് കുടുംബത്തിന് നേരെ പരോക്ഷ വിമർശനവുമായി SKSF സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട്. ഒരു നേതാവിനും ഒരു തറവാടിനും ആദർശത്തെ തരിപ്പണമാക്കാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഭീഷണിയും ഒറ്റപ്പിടത്തിലും ഉണ്ടായാലും ഭയമില്ലെന്നും റഷീദ് ഫൈസി പറഞ്ഞു. എന്നാൽ ഈ പരാമർശം വിവാദമായി. അതോടെ പാണക്കാട് കുടുംബത്തെ അല്ല താൻ ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്. റഷീദ് ഫൈസി വെള്ളായിക്കോട് ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കളെയാണ് പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളന വേദിയിൽ നിന്നും മാറ്റി നിർത്തിയത്. ഇതിന് പിന്നിൽ പാണക്കാട് സാദിഖലി തങ്ങൾ ആണെന്നുമുള്ള ആരോപണം നിലനിൽക്കെയാണ് റഷീദ് ഫൈസിയുടെ വിമർശനം.
ഭീഷണിയും ഒറ്റപ്പെടുത്തലും ഉണ്ടായാലും ഭയപ്പെടേണ്ടതില്ലെന്നും ഒരു നേതാവിനും ഒരു തറവാടിനും ഈ ആദർശത്തെ തരിപ്പണമാക്കാൻ കഴിയില്ലെന്നും റഷീദ് ഫൈസി. ഒരു ശക്തികയും ഒരു ഭരണാധികാരികൾക്കും ഒരു തമ്പുരാക്കന്മാർക്കും ഒരു നേതാവിനും ഒരു തറവാടിനും ഈ ആദർശത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. SKSF എടവണ്ണപ്പാറ മേഖലാ സമ്മേളന വേദിയിലായിരുന്നു പരാമർശം. വിവാദമായതോടെ വിശദീകരണവുമായി റഷീദ് ഫൈസി രംഗത്തെത്തി. ഖുർആൻ സൂക്തത്തിന്റെ വിശദീകരണം ചിലർ വളച്ചൊടിച്ചെന്നും തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു. 24 മലപ്പുറം. കലോത്സവം കൊല്ലത്ത് നടക്കുന്നു. പ്രേക്ഷകർ ഇപ്പോൾ തന്നെ ഓരോ ജില്ലകൾക്ക് വേണ്ടി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. ഷിജ കണ്ണൂരായിരിക്കും കപ്പ് എന്ന് പറയുന്നു. ജാസ്മിൻ പറയുന്ന കലോത്സവം എവിടെ വെച്ച് നടന്നാലും കപ്പ് പാലക്കാടിന് എന്നുള്ളതാണ് പറയുന്നത്. സൗദി ന്യൂസ് ഒന്നുമില്ലേ എന്നാണ് സുജിത്ത് രമ്യ ചോദിക്കുന്നത്. സൗദി ന്യൂസ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. വരുന്ന സമയത്ത് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. SK എപ്പോഴാണ് കലോത്സവ വേദിയിലേക്ക് എന്ന് സുലൈമാൻ അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അടുത്ത ദിവസം കൊല്ലത്ത് ഉണ്ടാകും, കലോത്സവ വേദിയിൽ ഉണ്ടാകും. സുലൈമാൻ ബാലേന്ദ്രൻ നായർ പറയുന്നത് കണ്ണൂരിനാണ് കപ്പെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ കലോത്സവ വാർത്തകളിൽ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകർ നടത്തുന്നത്. അന്വേഷണം എന്ന് പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ സഹദേവൻ. ഒരു കാര്യം പ്രേക്ഷകർ അറിയിക്കുന്നത് 24 സ്ക്രീനിൽ കലോത്സവത്തിന്റെ പോയിന്റ് നില വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ജാസ്മിൻ അബ്ബാസ് പറയുന്നു പോയിന്റ് നില വേണമെന്ന് പറയുന്നുണ്ട്. രഘുനന്ദൻ തിരുമുല്ലവരം അദ്ദേഹവും അക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ആ പോയിന്റ് നില ഉറപ്പായും ആ വാർത്ത പോകുന്നതാ ഇപ്പോൾ തന്നെ സ്ക്രീനിലേക്ക് എത്തിക്കാൻ പോകുന്നു. കലോത്സവം കൊല്ലത്ത്. അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം. അപ്പോൾ പ്രേക്ഷകർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പോയിന്റ് നില ഇതാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പോയിന്റ് നില പരിശോധിച്ച് നോക്കിയാൽ അതിങ്ങനെയാണ്. കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്തുള്ളത്, 474 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. പാലക്കാട് 465 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. തൊട്ടു പിന്നിൽ കോഴിക്കോടുണ്ട്, 463 പോയിന്റാണ് കോഴിക്കോടിന്റെ സമ്പാദ്യം. കൊല്ലമാകട്ടെ 460 പോയിന്റ് ഇതുവരെ നേടിയിട്ടുണ്ട്. തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അത് 448ആണ്. എറണാകുളം 438 പോയിന്റുമായി 6-ാം സ്ഥാനത്താണ്. മലപ്പുറമാകട്ടെ 435 പോയിന്റ് നേടിയിട്ടുണ്ട്. അവർ നിലവിൽ 7-ാം സ്ഥാനത്താണ് ഉള്ളത്. ആലപ്പുഴയ്ക്ക് 412 പോയിന്റ്, തിരുവനന്തപുരത്തിന് 408 പോയിന്റ്, അവർ 9-ാം സ്ഥാനത്താണ്. കാസർഗോഡ് ജില്ലയാണ് 10-ാം സ്ഥാനത്ത്, 408 പോയിന്റ്. കോട്ടയത്തിന് 399 പോയിന്റ് ഉണ്ട്. വയനാട് 389 പോയിന്റ് ഇതുവരെ നേടിയിട്ടുണ്ട്. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ അത് 355ആണ്. ഏറ്റവും പിന്നിൽ ഇടുക്കി ജില്ലയാണ് 14-ാം സ്ഥാനത്ത്, 344 പോയിന്റാണ് ഇടുക്കി ഇതുവരെ നേടിയിരിക്കുന്നത്. അരുൺ രാജ് ഉണ്ട് ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്ന്. എന്തൊക്കെയാണ് ഇപ്പോൾ കലോത്സവ നഗരിയിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. അരുൺ, ഇന്ന് ജനപ്രിയ ഇനങ്ങൾ വേദിയിലെത്തിയ ദിവസമാണല്ലോ. മത്സരങ്ങളൊക്കെ തീർന്നോ അതോ ഇപ്പോഴും തുടരുന്നുണ്ടോ? മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെ മറ്റെന്തൊക്കെ മത്സരങ്ങളുണ്ട് ഇന്ന് അരുൺ രാജ്? ഹഷ്മി, ഈ പോയിന്റ് നില ഇഞ്ചോടിഞ്ചാണെങ്കിൽ പോലും ഈ വേദികളിൽ അതുപോലെ തന്നെ പിരിമുറുക്കമുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മിമിക്രിയിലും മോണോ ആക്ടിലും വലിയ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മോണോ ആക്ടിലേക്ക് എത്തുമ്പോൾ വലിയ സമകാലിക വിഷയങ്ങളടക്കം ഇതിന്റെ വിമർശനാത്മകമായ രീതിയിലടക്കം കാര്യങ്ങൾ എത്തുന്നുണ്ട്. മിമിക്രിയിൽ പോലും വേറിട്ട രീതിയിലേക്ക് നിറഞ്ഞ സദസ്സിലാണ് ഈ സദസ്സുകളെല്ലാം തന്നെ ഉള്ളത്. ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണത്. ഇന്ന് ശനിയും നാളെ ഞായറുമാണ്. സ്വാഭാവികമായും എനിക്ക് പിന്നിൽ കാണുന്ന പോലെ തന്നെ പ്രധാന വേദിയായ ആശ്രമ മൈതാനം പോലും തിങ്ങി നിറഞ്ഞ് ജനം ഇവിടേക്ക് ഒഴുകുകയാണ്. കാരണം ആശ്രമത്തിന് ഒരു 72 ഏക്കറിലെ വലിയ ജന കപ്പാസിറ്റി, അത് പരിപൂർണമായി ആ കപ്പാസിറ്റിയിലേക്ക് തന്നെ ഇന്ന് വൈകിട്ടത്തോടെ ഈ ആശ്രമ മൈതാനം എത്തും എന്നുള്ളതാണ്. നിലവിലെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ജനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് അയൽ ജില്ലകളിൽ നടക്കം ജനത്തിന്റെ വലിയ രീതിയിലുള്ള ഒഴുക്ക് നമുക്കിവിടെ എല്ലാം പ്രകടമാകുന്നുണ്ട്. മിമിക്രി ഇന്ന് നിശ്ചയിച്ച വേദിയിൽ നിന്ന് മാറ്റേണ്ടി വരുന്ന സാഹചര്യം സംഘാടകർക്ക് ഉണ്ടായി. കാരണം മിമിക്രി വലിയ വിശാലമായ വേദിയിൽ തന്നെ വേണം, വലിയ പ്രേക്ഷകർ ഉണ്ടാകും
മതിയാകുമെന്ന ഒരു അഭിപ്രായം ഉയരുകയും ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദി പോലും ഇന്ന് മാറ്റി പകരം വേദിയിലേക്കാണ് ഇന്ന് മിമിക്രി അവതരിപ്പിച്ചത്. അങ്ങനെ പ്രേക്ഷകരുടെ കൂടി അല്ലെങ്കിൽ കാണികളുടെ കൂടി അഭിപ്രായവും അവരുടെ ജന ഒഴുക്കും പരിഗണിച്ചുകൊണ്ടാണ് വേദികൾ പോലും ഒടുവിൽ സംഘാടകർക്ക് ക്രമീകരിക്കേണ്ടി വരുന്ന കാഴ്ചയാണ് ഈ കലോത്സവത്തിന്റെ ഇന്നത്തെ ദിവസം നമുക്ക് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഓരോ ജില്ലകൾ തമ്മിൽ നടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കോഴിക്കോടിനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് കണ്ണൂർ ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത്. ആതിഥേയരായ കൊല്ലം ജില്ല 4ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയും ചെയ്യുന്നു. പാലക്കാടും കോഴിക്കോടും പാലക്കാട് 2ാം സ്ഥാനത്തും കോഴിക്കോട് 3ാം സ്ഥാനത്തുമാണ് തുടരുന്നത്. ഉന്മേഷ്. അരുൺ രാജാണ് കലോത്സവ നഗരിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. PL ജോസ് പറയുന്നത് കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ജില്ലയ്ക്ക് കപ്പ് കൊടുക്കുന്ന രീതി മാറ്റല്ലേ എൻ്റെ സാറ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കപ്പ് കൊല്ലത്തുനിന്ന് എവിടെയും പോകില്ല എന്ന് JB അസ്ഹറി എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം വരുന്നുണ്ട്. ജോസ്വിൻ കലോത്സവത്തിലേക്ക് പോകുന്നുണ്ടെന്ന് ചോദിക്കുന്നു. ഇല്ല, ജോസ്വിൻ കലോത്സവത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ കലോത്സവ വാർത്തകളിൽ നിന്ന് മാറുന്നില്ല. അടുത്തൊരു റിപ്പോർട്ടിലേക്കാണ്. തട്ടിൽ കയറാൻ ലക്ഷങ്ങൾ ചെലവുള്ള സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഇനങ്ങളിലൊന്നാണ് യക്ഷഗാനം. മറ്റ് ക്ലാസിക്കൽ ഇനങ്ങളുടെ ഗ്ലാമർ ഇല്ലെങ്കിലും അവയേക്കാളൊക്കെ അധ്വാനമുണ്ടെങ്കിലേ യക്ഷഗാനം പഠിച്ചെടുക്കാൻ കഴിയൂ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വേദിയിലെത്തിക്കാൻ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഇനങ്ങളിലൊന്നാണ് യക്ഷഗാനം. സ്കൂൾ കലോത്സവങ്ങൾക്ക് വേണ്ടി മാത്രം കുട്ടികൾ പഠിക്കുന്ന ഇനമാണെങ്കിലും ഇത്തവണത്തെ ആശ്വാസം എന്നുള്ളത് വേദിയിൽ ഇത് ആസ്വദിക്കാൻ വേണ്ടി സാമാന്യം കാണികൾ ഉണ്ടായിരുന്നു എന്നതാണ്. മേക്കപ്പും വേഷവും മാത്രമല്ല, 7 പേരാണ് യക്ഷഗാനത്തിനായുള്ള ടീമിലുണ്ടാവുക. പഠിപ്പിക്കാനും അധ്യാപകർ നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ തുക നൽകിയാലേ അധ്യാപകരെ കിട്ടൂ. ടീമംഗങ്ങൾ മാത്രമല്ല, തബലയും ചെണ്ടയും ഒക്കെയായി പിന്നെയും വേണം വേറൊരു സംഘം. ഞങ്ങൾ പറഞ്ഞെങ്കിൽ ചെറുപ്പത്തിൽ ചെറിയ ഒരു 10ാം ക്ലാസ് പോകുന്ന സമയത്ത് ചില മാസ്റ്റർമാർ ആസാനമാർ വന്നിട്ട് അവിടെ ക്യാമ്പ് എടുത്തിട്ട് പഠിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് ഞങ്ങൾ അവരൊക്കെ കൂടി പഠിച്ചുകൊണ്ട് പഠിച്ചത് ഇന്നൊരു ഉപകാരമായി ഞങ്ങൾക്ക്. ഇനി മറ്റെല്ലാം സെറ്റായാലും യക്ഷഗാനം പഠിച്ചെടുക്കലാണ് കുട്ടികളുടെ വലിയ ടാസ്ക്. കന്നഡ ഭാഷയിലാണ് സംഭാഷണങ്ങളും സംഗീതവുമൊക്കെ. 7 പേരെയും ഇതെല്ലാം പഠിപ്പിച്ചെടുക്കാൻ തന്നെ സമയമെടുക്കും. കന്നഡത്തെ ഡയലോഗ് ആദ്യം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് ഞങ്ങൾക്ക് തരിക ചെയ്തത്. അത് ഞങ്ങൾ ആദ്യം പഠിച്ചു. എന്നിട്ട് ഞങ്ങൾ അത് വായിച്ചിട്ട് എങ്ങനെയാണ് പറഞ്ഞത് അതുപോലെ പറഞ്ഞു. പിന്നെ സാർമാർ കന്നഡയിൽ എന്തൊക്കെ തെറ്റുകളുണ്ടോ അതൊക്കെ റെഡിയാക്കി തന്നു. കന്നഡയിൽ ഞങ്ങൾ ഡയലോഗ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആക്ഷൻസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാസർഗോഡ് മാത്രം പ്രചാരത്തിലുള്ള കലാരൂപം ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ കലോത്സവ വേദിയുള്ളത് കൊണ്ട് മാത്രമാണ്. പല ജില്ലകൾക്കും സ്കൂളുകൾക്കും ഒരേ അധ്യാപകനാണ് പഠിപ്പിക്കാൻ എത്തുകയെന്നതും പ്രത്യേകതയാണ്. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കൊല്ലം. ഇതിൽ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് പ്രേക്ഷകർ അവരുടെ ജില്ല തിരിഞ്ഞുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നടത്തുന്നത്. ഷാജു കേസ് പറയുന്നത് വയനാട്ടുകാർ കപ്പിങ്ങോട്ട് എടുക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഷാജു എല്ലാ ജില്ലക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാലക്കാടൻ കാറ്റ് അടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഉണ്ണിമേനോൻ പറയുന്നുണ്ട്. അദ്ദേഹം പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. നമ്മൾ കലോത്സവ വാർത്തയിലേക്ക് തന്നെയാണ് ഇനിയും. കേരളത്തിൽ പ്രചാരത്തിലുള്ള ജനകീയ കലാരൂപമാണ് ഓട്ടംതുള്ളൽ. അമ്പലമുറ്റത്തും സാംസ്കാരിക വേദികളിലും ഒരുപോലെ സ്ഥാനം പിടിച്ചിട്ടുള്ള തുള്ളലിനെ ജനപ്രിയമാക്കുന്നത് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിശകലനവും വിമർശനവുമാണ്. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മനുഷ്യനാകെ പെട്ടല്ലോ ഇപ്പത്. എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഏത് സ്കൂളിലാണ് വരുന്നത്? തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മളെ കോഴിക്കോടാണോ? ആണ്. ഒരു സഹായം ചെയ്യോ? ഞാൻ സത്യം പറഞ്ഞാലേ റിപ്പോർട്ടിങ്ങിനായിട്ട് വന്നതാണ്. പക്ഷേ ഈ ഓട്ടംതുള്ളലിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇപ്പൊക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ? എനിക്ക് പഠിപ്പിച്ചും തരണം. റെഡി അല്ലേ? ഓക്കെ, നമുക്കൊന്ന് പുറത്തു പോയാലോ?
അപ്പോഴേ എനിക്ക് ഈ ഓട്ടം തുള്ളലിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരിക്കും എന്താണ് ഈ ഓട്ടം തുള്ളൽ? എന്താണ്? എനിക്ക് ഈ അനുഷ്ഠാന കലയാണ് അല്ലെങ്കിൽ ക്ഷേത്രകലയാണെന്നറിയാം, അതിനപ്പുറത്ത് എന്താണ് ശരിക്കും? എടാ മണ്ട, ഈ ഓട്ടം തുള്ളൽ എന്ന് പറയുന്ന ഒരു ആക്ഷേപഹാസ്യമാണ്. ഇത് പൊതുവെ അമ്പലങ്ങളിലാണ് ഉണ്ടാവുക. ക്ഷേത്രകല ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലാണ് ഉണ്ടാവുക. എന്നെ ഇത് പഠിപ്പിച്ചത് പ്രഭാകരൻ പുന്നശ്ശേരി ആശാനാണ്. ഞാൻ പഠിക്കുന്നത് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട് ജില്ലയിലാണ്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഈ ഓട്ടം തുള്ളൽ ഞാൻ 2 കൊല്ലമായി പഠിക്കുന്നു. 8ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റാണ് സ്റ്റേജിൽ. അല്ല, അപ്പം എന്താ ഇതിന് കഥയ്ക്കൊക്കെ എടുക്കുന്ന സബ്ജക്റ്റുകൾ എന്താണ്? നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേ, കേൾക്കട്ടെ. എൻ്റെ സബ്ജക്റ്റ് സന്താന ഗോപാലൻ എന്ന് പറഞ്ഞൊരു കഥയാണ്. ഇത് അർജുനൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ ചെയ്യുന്ന കാര്യമാണ് ഈ കഥയിലുള്ളത്. നോർമലി എന്തൊക്കെ കഥകൾ ഉണ്ടാവും ഇതിൽ? കിരാതമുണ്ട്, രുക്മിണി സ്വയംവരമുണ്ട്, അങ്ങനെയുള്ള സബ്ജക്റ്റ്. അല്ല, ഇതിപ്പം സംഭവം ഇപ്പം നിങ്ങൾ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പം എനിക്കിത് കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സംഭവം ആക്ഷേപഹാസ്യമാണല്ലോ, ആൾക്കാരെ കളിയാക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ വെറുതെ പാഴാക്കണ്ടല്ലോ. ഈ വേഷമൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഇന്ന് 2-3 സ്റ്റെപ്പും 1-2-3 പറയാനുള്ളതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാം. അപ്പം റെഡി അല്ലേ? അപ്പം കളിച്ചാലോ? ബാക്കി നമുക്ക് കച്ചൊക്കെ അയച്ചു വെച്ചിട്ട് ചെയ്താലോ? ഓക്കെ, എന്നാൽ ശരി, എന്നാ അങ്ങനെ ചെയ്യാം. അപ്പം ചമയങ്ങളും ആടയാഭരണങ്ങളൊക്കെ ഞങ്ങൾ താൽക്കാലികമായിട്ട് ഉപേക്ഷിച്ചു. കാരണം ഇനി ഇതിൻ്റെ കൗതുകത്തിൻ്റെ പുറത്തുള്ള ഒരു പരിശീലനമാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നോക്കിയാലോ? അപ്പം ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തന്നെ മനസ്സിലായി, ഇതൊന്നും മാത്രം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇനമല്ല. ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഓരോ കലാരൂപങ്ങളും ഓരോ വേദികളിലും എത്തുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊല്ലം. കലോത്സവ വാർത്തകളിൽ നിന്ന് നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഗവർണർ ആനന്ദ ബോസിന്റെ പ്രതികരണം. അദ്ദേഹം പശ്ചിമബംഗാൾ ഗവർണറാണ്, അത് വരുന്നുണ്ട്. പശ്ചിമബംഗാൾ സർക്കാർ അവരുടെ ഉത്തരവാദിത്തം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭരണഘടനാ നടപടികൾ സ്വീകരിക്കും. ഗവർണർ എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ കൈക്കൊള്ളും. ബംഗാൾ ബനാന റിപ്പബ്ലിക് അല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നു. അവിടെ ED കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ ആക്രമണം ഉണ്ടായിരുന്നു. അങ്ങനെ കലുഷിതമാണ് ബംഗാൾ രാഷ്ട്രീയം. അതിനിടയിലാണ് ഗവർണറുടെ പ്രതികരണം. അത് പ്രധാനപ്പെട്ടത് കൂടിയാണ് ഈ ഘട്ടത്തിൽ. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. നീണ്ട യാത്രയ്ക്കൊടുവിൽ ആദിത്യ ലക്ഷ്യസ്ഥാനത്തേക്ക്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ISROയുടെ സൗരദൗത്യമാണ് ആദിത്യ L1. അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ പോകുന്നു. 4 മാസം നീണ്ട യാത്രക്കൊടുവിലാണ് ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റ് 1 എത്തുക. വൈകിട്ട് 4 മണിയോടെ എത്തുമെന്നാണ് ISRO അറിയിച്ചിട്ടുള്ളത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. പിന്നീട് 4 തവണകളിൽ ഭ്രമണപഥമുയർത്തി 5ാം ഘട്ടത്തിൽ ഭൂമിയുടെ പാതവിട്ട് ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ പാളികളെക്കുറിച്ചും പുറത്തെ പാളിയായ കൊറോണയെക്കുറിച്ചുമാണ് ആദിത്യ പഠിക്കുക. 5 വർഷവും 2 മാസവും നീളുന്നതാണ് പഠനം. സൂര്യന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലം സമമാകുന്ന ഇടമാണ് ലഗ്രാഞ്ച് 1 പോയിന്റ്. തടസ്സങ്ങളില്ലാതെ സൂര്യനെ പഠിക്കാനാണ് ലഗ്രാഞ്ച് 1 പോയിന്റ് തന്നെ ISRO തെരഞ്ഞെടുത്തത്. പേടകത്തിലുള്ള 4 പേലോഡുകളിൽ 4 സൂര്യനെക്കുറിച്ച് നേരിട്ടും 3 ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ചും പഠിക്കും. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ച് 1 പോയിന്റ് ഉള്ളത്. ഇവിടുത്തെ ഹാലോ ഓർബിറ്റിലാണ് ആദിത്യയെ ഇന്ന് എത്തിക്കുക. 24 ചെന്നൈ. നമ്മൾ കലോത്സവ വാർത്ത നൽകിക്കൊണ്ടിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ആന്റോ ആന്റണിയുടെ കമന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ കലോത്സവത്തിലാണ്, പക്ഷേ റോഡിന്റെ അവസ്ഥ കാരണം ഞങ്ങൾ കൊച്ചിക്കാർ മാർഗംകളിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് റോഡിന്റെ കാര്യമാണ് ആന്റോ ആന്റണി പറയുന്നത് മനസ്സിലാകുന്നില്ല. അത് ഏത് റോഡിന്റെ കാര്യമാണെന്ന് കൂടി ആന്റോ സൂചിപ്പിച്ചാൽ നമ്മൾക്കത് അന്വേഷിക്കാം. അത് കാര്യം എന്താണ് പരിഹരിക്കാത്തതെന്ന് തിരക്കുകയും ചെയ്യാം. ആന്റോ, പ്രേക്ഷകരുടെ സജീവമായ പ്രതികരണമുണ്ട്, പിന്തുണയുണ്ട്. അതിന് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത റിപ്പോർട്ടിൽ കടക്കുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൽ നടപടി ഘടിപ്പിച്ച ആഭ്യന്തര മന്ത്രാലയം.
പശ്ചിമബംഗാളിൽ പരിശോധനയ്ക്കിടെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇന്നലെയാണ് ഈ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുൻ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ശങ്കർ ആധിയെ ED ഇന്ന് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ബംഗാളിലെ 24 നോർത്ത് പർഗാനയിൽ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ ED പരിശോധനയ്ക്കായി എത്തിയ നേരം നാട്ടുകാരുടെ ആക്രമണമുണ്ടായത്. സംഭവം ഗൗരവതരമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തി. പരിശോധനയ്ക്കായി EDക്കൊപ്പം കേന്ദ്ര പോലീസ് സേനയെ നിയോഗിക്കും. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുവാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. അന്വേഷണ ഏജൻസിക്കെതിരായ ആക്രമണത്തിൽ പശ്ചിമ ബംഗാൾ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ബംഗാൾ ഗവർണർ ആനന്ദ് ബോസ് DGPയെയും ചീഫ് സെക്രട്ടറിയെയും ആഭ്യന്തര സെക്രട്ടറിയും ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും ഉദ്യോഗസ്ഥർ ഹാജരായില്ല. സംഭവത്തെ തുടർന്ന് തൃണമൂലിനെ കടന്നാക്രമിച്ച് കോൺഗ്രസും BJPയും രംഗത്തെത്തി. ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച മമത മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ആക്രമണത്തിന് പിന്നാലെ റേഷൻ അഴിമതി കേസിൽ നടപടി ശക്തമാക്കാനാണ് EDയുടെ നീക്കം. കേസിൽ മുൻ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ശങ്കർ ആധിയെ ED ഇന്ന് അറസ്റ്റ് ചെയ്തു. 24 ഡൽഹി. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ ബംഗാൾ സർക്കാരിന് മുന്നറിയിപ്പുമായി ഗവർണർ CV ആനന്ദ് ബോസ്. ബംഗാൾ ബനാന റിപ്പബ്ലിക് അല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയാണ്. സർക്കാർ ഉത്തരവാദിത്തം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭരണഘടനാപരമായ നടപടികൾ സ്വീകരിക്കും. സർക്കാരിന് ജനങ്ങളെ എല്ലാ കാലവും വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്നും ഗവർണർ CV ആനന്ദ് ബോസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരുന്നു. ആ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നേരത്തെ വായിക്കാൻ കഴിഞ്ഞില്ല ചില കമന്റുകൾ. അതിൽ പരിഭവം പറയുന്നുണ്ട് പ്രേക്ഷകർ. അഖിലേഷ് പറയുന്ന അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിനേഷ് അത് കാണാതെ പോയതാണ് ആ കമന്റ്. താങ്കൾക്ക് ആശംസകൾ നേരുന്നു. ദേവിക പറയുന്നത് അതെ ഇപ്പോൾ ആ പ്രതികരണം വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ബംഗാൾ ഗവർണറുടെ പ്രതികരണം ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക് പോയതിനു ശേഷം എത്താം. The ghastly incident reported from Sandesh Kadi in North 24 Parganas district is alarming, is deplorable, to say the least. It is the bounden duty of a civilized government to stop barbarism and vandalism in a democracy. If government fails in its basic duty, then the Constitution of India will definitely take its course. അപ്പോൾ ബംഗാൾ രാഷ്ട്രീയം അങ്ങനെ കലുഷിതമാവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ നിന്ന് റാഞ്ചിയ ആ കപ്പൽ ഇന്ത്യൻ നാവികസേന ഇടപെട്ട് മോചിപ്പിച്ചിരുന്നു. ആ വാർത്തകളിലേക്കാണ്. ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പുറംകടലിൽ. കടൽ കൊള്ളക്കാർ കപ്പൽ റാഞ്ചിയതിന് പിന്നാലെ അറബിക്കടലിൽ നിരീക്ഷണം ശക്തമാക്കി നാവികസേന. കൂടുതൽ യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിക്കും. നാവികസേന മോചിപ്പിച്ച കപ്പൽ ഉടൻ ബഹ്റൈൻ തീരത്തേക്ക് നീങ്ങും. കടൽ കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിച്ച നാവികസേനയ്ക്ക് കപ്പലിലെ ജീവനക്കാർ നന്ദി അറിയിക്കുന്ന വീഡിയോ പുറത്തുവന്നു. സൊമാലിയൻ തീരത്ത് കപ്പൽ റാഞ്ചിയ സംഭവത്തിൽ നാവികസേന അന്വേഷണം തുടരുകയാണ്. സമീപത്തെ സംശയാസ്പദമായുള്ള കപ്പൽ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. കപ്പലിന്റെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള തകരാർ പരിഹരിച്ച് വൈകാതെ യുദ്ധക്കപ്പലിന്റെ അകമ്പടിയോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങും. 15 ഇന്ത്യക്കാർ ഉൾപ്പെടെ 21 ജീവനക്കാരും സുരക്ഷിതരാണ്. ഡ്രോൺ ആക്രമണം, കടൽ കൊള്ളക്കാരുടെ റാഞ്ചൽ എന്നിവ കണക്കിലെടുത്ത് അറബിക്കടലിൽ നാവികസേന നിരീക്ഷണം ശക്തമാക്കി. കടൽ കൊള്ളക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് നാവികസേനാ മേധാവി നൽകിയ നിർദ്ദേശം. 4 യുദ്ധക്കപ്പലുകളെ വിന്യസിച്ചാകും അറബിക്കടലിലെ നിരീക്ഷണം. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് കമാൻഡോകളുടെ സഹായത്തോടെ MV ലീല നോർഫോൾക്ക് എന്ന കപ്പൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിച്ചത്. നാവികസേന നൽകിയ താക്കീതിൽ കടൽ കൊള്ളക്കാർ കപ്പൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്ന് നാവികസേന അറിയിച്ചു. ബ്രസീലിലെ പോർട്ടോ ഡു അക്യുവിൽ നിന്ന് ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തേക്കുള്ള യാത്രാമധ്യേയാണ് കടൽ കൊള്ളക്കാർ കപ്പൽ റാഞ്ചിയത്. 24 ഡൽഹി. നമ്മൾ നേരത്തെ ആദിത്യ എൽവണിന്റെ വാർത്ത നൽകിയിരുന്നു. ഇന്ന് 4 മണിയോടെ ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നാണ് പറയുന്നത്. രേണുകൻ വളവനാണ്. അദ്ദേഹം അതിൽ ആശംസ അറിയിക്കുകയാണ്. ISROയുടെ അഭിമാന നേട്ടമാണ്. നമ്മൾ ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. നേരത്തെ ദേവികയുടെ ഒരു കമൻറ്റ് വായിച്ചു വന്ന സമയത്ത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദേവിക 28-ാം തീയതിയിലെ പ്രേക്ഷക സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് പ്രതികരണം അറിയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നാണ് ദേവിക പറഞ്ഞത്. നന്ദി ദേവിക. വരൂ, അപ്പോൾ 24ൻ്റെ പ്രേക്ഷക സമ്മേളനത്തിൽ സജീവമായി തന്നെ പങ്കെടുക്കൂ. പ്രേക്ഷകരൊക്കെ വിവിധ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. നമ്മളത് ഈ പരിപാടിയുടെ ഭാഗമാക്കുകയും ചെയ്യും. ഇനി നമ്മൾ തൃശ്ശൂരിലേക്കൊന്ന് പോവുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അവിടെ വന്ന് പ്രസംഗിച്ചു പോയതേ ഉള്ളൂ. അതിനുശേഷം ആ വിഷയത്തിൽ രാഷ്ട്രീയ പോരുണ്ട്.
അങ്ങനെ വാക്പോര് തുടരുകയാണ്. ഇപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ മുഖ്യ ശത്രുവിനെ ചൊല്ലി കോൺഗ്രസ് CPI തർക്കം. തൃശൂരിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിലെന്നാണ് TN പ്രതാപൻ MP പറയുന്നത്. എന്നാൽ ഫീൽഡിൽ പോകുന്നതിന്റെ കുറവാണ് പ്രതാപന്റെ പരാമർശത്തിന് പിന്നിൽ എന്നാണ് റവന്യൂ മന്ത്രി K രാജന്റെ തിരിച്ചടി. മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അരിവാളും നെൽക്കതിരുമായി വരുമെന്നും K രാജൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ തൃശൂരിൽ വാക്പോര് തുടരുന്നതിനിടയിലാണ് മണ്ഡലത്തിലെ മുഖ്യ ശത്രുവിനെ ചൊല്ലിയുള്ള തർക്കവും. തൃശൂരിൽ മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണെന്ന് സിറ്റിംഗ് MP TN പ്രതാപൻ. തൃശൂരിൽ ഞങ്ങളും BJPയും നേർക്ക് നേരാ. ഞങ്ങൾ BJP വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ഇടതുപക്ഷത്തേറ്റല്ല ഞങ്ങളുടെ വെല്ലുവിളി. ഞങ്ങൾ BJPയെ വെല്ലുവിളിക്കുകയാണ്, RSSനെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ TN പ്രതാപൻ BJPയെ സഹായിക്കാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ റവന്യൂ മന്ത്രി K രാജൻ LDFും UDFും തമ്മിലാണ് മത്സരമെന്ന് വ്യക്തമാക്കി. ഞാൻ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡിൽ പോയ അനുഭവം ഇല്ലാത്തതിൻ്റെ പേരിലാണെന്ന് ഞാൻ പേടിക്കുന്നു. കാരണം ഫീൽഡിൽ പോയാൽ മനസ്സിലാകും എന്താണ് യഥാർത്ഥ കാര്യമെന്ന്. എൻ്റെ പ്രധാനപ്പെട്ട പേടി കോൺഗ്രസ് ഇങ്ങനെ BJPയെ സഹായിച്ച് എത്ര കാലം മുന്നോട്ട് പോകും. തൃശൂരിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് അരിവാളും നെൽക്കതിരും തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായാൽ LDF സ്ഥാനാർത്ഥി അരിവാളും നെൽക്കതിരുമേന്തി എത്തുമെന്നും K രാജൻ പറഞ്ഞു. നടി ശോഭനയും വൈക്കം വിജയലക്ഷ്മിയുമെല്ലാം പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് രാഷ്ട്രീയ നിലപാടായി കാണേണ്ടതില്ല. നവകേരള സദസ്സിൽ ഇവർ പങ്കെടുത്തിരുന്നുവെന്നും K രാജൻ പറഞ്ഞു. 24 തൃശൂർ. നമ്മൾ ഈ വാർത്ത നൽകുമ്പോഴാണ് സുരൂർ അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിൽ ആരൊക്കെ വന്നാലും പ്രധാനമന്ത്രി വന്നാലും LDF അവിടെ എടുക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സുചിത്ര ദേവി ഒരു കാര്യം പറയുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷമാണ്. ആലുവയിലെ ജവഹർ നഗറിലുള്ള എല്ലാവർക്കും 24ന്റെ ന്യൂ ഇയർ ആശംസ നേരണേ എന്ന് പറയുന്നു. 24 ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുകയാണ്. നമ്മൾ ഇനി പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. അവിടെ മൈലപ്പുറ എന്ന സ്ഥലത്തൊരു വ്യാപാരിയെ കൊലപ്പെടുത്തിയത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. ആ സംഭവത്തിൽ ഇപ്പോൾ 3 പ്രതികളെയും പോലീസ് പിടികൂടിയിരിക്കുന്നു. തമിഴ്നാട് സ്വദേശികളായ 2 പേരെ തെങ്കാശിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഈ 3ാമത്തെയാൾ പത്തനംതിട്ടയിലെ കുലശേഖരപതി സ്വദേശി ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇദ്ദേഹത്തെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാലയും ലോക്കറ്റുമടക്കം 9 പവൻ സ്വർണ്ണാഭരണം, പിന്നെ പണം. സാമ്പത്തികം ലക്ഷ്യം വെച്ചുള്ള കൊലപാതകം നടന്ന് 8 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലായത്. ഒടുവിൽ പിടിയിലായ മുരുകൻ, ബാലസുബ്രഹ്മണ്യൻ എന്നിവർ കൊടും ക്രിമിനലുകളാണെന്ന് പോലീസ്. ഇവരെ AR ക്യാമ്പിൽ ചോദ്യം ചെയ്യുന്നു. കുലശേഖരപുരം സ്വദേശി ഹാരിബായാണ് മറ്റൊരു പ്രതി. മൂവരും ചേർന്നുള്ള ഗൂഢാലോചനയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണുണ്ണി ധരിച്ചിരുന്ന ആഭരണങ്ങൾ കണ്ടെടുത്തു. നഷ്ടപ്പെട്ട പണം എത്രയെന്ന് തിട്ടമില്ല. പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും കണ്ടെത്തി. പത്തനംതിട്ട അബ്ബാൻ ടവർ പാർക്കിംഗ് ഏരിയയിലാണ് ഓട്ടോ കിടന്നിരുന്നത്. മറ്റൊരു കേസിൽ പിടിയിലായി ജയിലിൽ കഴിയവെയാണ് ഹാരിബ് സുബ്രഹ്മണ്യനെയും മുരുകനെയും പരിചയപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ജോർജ് ഉണ്ണുണ്ണി എന്ന 70കാരനെ കൊലപ്പെടുത്തുകയും കടയിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും കടത്തിക്കൊണ്ട് സംഘം രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മാസം 30-ന് ഉച്ചതിരിഞ്ഞായിരുന്നു കൊലപാതകം. CCTV ദൃശ്യങ്ങൾ ഇല്ലാതായതോടെ പോലീസ് സ്വകാര്യ ബസ്സിലെ ക്യാമറകൾ തേടുകയായിരുന്നു. 24 പത്തനംതിട്ട. നമ്മൾ നേരത്തെ ആന്റണി അദ്ദേഹം റോഡിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏത് റോഡാണെന്ന് ചോദിച്ചു. അതിപ്പോൾ അറിയിക്കുന്നുണ്ട്. 24 ന്യൂസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ജസ്റ്റ് 4 കിലോമീറ്റർ ഉള്ളൂ. കൊച്ചിൻ കോർപ്പറേഷനിലെ 35ാം ഡിവിഷനിൽ ഒരു റോഡുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് റോഡാണെന്ന് അന്വേഷിക്കാം. ഏതാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഏത് റോഡാണ് ശോച്യാവസ്ഥയിൽ കിടക്കുന്നതെന്ന് തിരക്കാം. ഹെർമൻ എന്ന അക്കൗണ്ടിൽ നിന്ന് ഇടുക്കിയിലെ ഒരു റോഡിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇടുക്കി മരിയാപുരം പഞ്ചായത്തിന്റെ വാർഡ് 1-ൽ സ്കൂൾ പടി മില്ലുംപടി റോഡിന് വേണ്ടിയുള്ള നിരാഹാരം തുടങ്ങിയിട്ട് 25 ദിവസമായി. ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അധികാരികൾ ശ്രദ്ധിക്കുമല്ലോ. റോഡിന്റെ ശോച്യാവസ്ഥ അധികാരികൾ ഇടപെട്ട് വളരെ വേഗത്തിൽ തന്നെ മാറ്റിക്കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം കോമഡി മേളം എന്ന അക്കൗണ്ടിൽ നിന്ന് വരുന്ന പ്രതികരണം, എൻ്റെ വാപ്പിയുടെ ബർത്ത്ഡേ ആണ്, ഒരു ഹാപ്പി ബർത്ത്ഡേ നിയാസ് എന്ന് പറയാം. ഹാപ്പി ബർത്ത്ഡേ നിയാസ്. അക്കൗണ്ടിൽ പേരില്ല. കോമഡി മേളം എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ തൃശ്ശൂർ വാർത്ത നൽകിയിരുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ സജീവമായി യൂട്യൂബിൽ വരുന്നുണ്ട്. ആരെടുക്കും തൃശ്ശൂർ എന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി വീണ്ടും കോട്ടയത്തെ മഹിളാ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്റെ പരാതിയിൽ നടപടിയെടുക്കാതിരുന്നത് എന്നാണ് ആരോപണം. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളെ മണ്ഡലം പ്രസിഡന്റ് ആക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിച്ചില്ല എന്നും ഏറ്റുമാനൂരിലെ മഹിളാ കോൺഗ്രസ് നേതാവ് ജെസ്സി മാത്യു പറഞ്ഞു. തന്നോട് വിശദീകരണം ചോദിച്ച മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് വിവരക്കേടാണെന്നും ജെസ്സി പ്രതികരിച്ചു. ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞതാ. നവംബർ 21-ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിച്ചതാ. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് നമ്മൾ തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്, എനിക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസവും വിവരവും അനുഭവജ്ഞാനവും ഒക്കെയുണ്ട്, ഒരു ആരോപണ വിധേയനെ ഒരിക്കലും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര തന്റേടത്തോടെ പറയുന്നത് വിശ്വാസ്യതയില്ല എന്ന്.
ഇപ്പോൾ ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന്. എന്താണ് ഈ തർക്കമെന്ന്, അതിന്റെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ടോബി, ഇത് ഈ നേതാവ് എന്താണ് പറയുന്നത്? ഈ പരാതി നൽകിയിട്ട് നേതൃത്വം നടപടി എടുത്തിട്ടില്ല എന്നുള്ള വിമർശനമാണോ ഇപ്പോഴും ഉള്ളത്? തീർച്ചയായിട്ടും ഉമേഷ്, ഇതൊരു സ്ത്രീവിരുദ്ധ നിലപാടാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റേത് എന്നുള്ളൊരു വിമർശനമാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിലെ ഒരു വാർഡിൽ നിന്നും ഇവർ മത്സരിച്ചിരുന്നു. അന്ന് പാർട്ടിയിലുള്ള കോൺഗ്രസിലുള്ള ഒരു നേതാവ് തനിക്കെതിരെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടു ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകി. സംസ്ഥാന നേതാക്കൾക്കും KPCCക്ക് അടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അതൊരു സ്ത്രീവിരുദ്ധ നിലപാടാണ്. താനൊരു സ്ത്രീ ആയതുകൊണ്ടാണ് തന്റെ പരാതിയിൽ നടപടിയെടുക്കാതിരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ വ്യക്തിയെ, ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ മണ്ഡലം പ്രസിഡന്റായി നിയമിക്കുക കൂടി ചെയ്തതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം അവർ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ടായത്. അന്ന് അവർ പറഞ്ഞിരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയായിരുന്നു ആക്ഷേപം ഉന്നയിച്ചത്. താൻ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിട്ട് വ്യക്തമായ ഒരു മറുപടി നൽകിയില്ല, തന്നെ അവഗണിച്ചു എന്നാണ്. പക്ഷേ ഇന്ന് അവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നത് ആ കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്നത് അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തന്നെയാണ്. അതായത് ജില്ലയിലെ ഏറ്റവും കരുത്തനായി നിൽക്കുന്ന കോൺഗ്രസ് നേതാവാണ് നിലവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണം തന്നെയാണ് ഈ ജെസ്സി മാത്യു എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിന് ശേഷം നേതൃത്വത്തെ വിമർശിച്ചതിന് തൊട്ടു പിന്നാലെ ജെസ്സി മാത്യുവിനെതിരെ നടപടിയിലേക്ക് മഹിളാ കോൺഗ്രസ് പോയിരുന്നു. ജെബി മേത്തർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ 5 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അതിനും അവർ ഇന്ന് മറുപടി നൽകുന്നുണ്ട്. അവർ പറയുന്നത് ഒരു വിവരക്കേടാണ് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിന്റേത് ഇപ്പോഴത്തെ ഈ നടപടി. അതായത് തന്നോട് വിശദീകരണം ചോദിച്ചത് ശുദ്ധ വിവരക്കേടാണ്. ബോധമുള്ളവരാരും ഇങ്ങനെയൊരു വിശദീകരണം ചോദിക്കില്ല. അതിന് പറയുന്ന കാരണം താനൊരു പരാതി ഉന്നയിച്ചിട്ട് അതിൽ ഒരു ചോദ്യമോ ഒന്നും തന്നെ ഒരു അന്വേഷണമോ നടത്താതെ താൻ ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ തനിക്കെതിരെ നടപടിയെടുക്കുന്നത് അത് ഒരു വിവരക്കേടാണെന്നുള്ള വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും കോട്ടയത്തെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുമുള്ള രൂക്ഷ വിമർശനമാണ്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് നേർക്ക് തന്നെയാണ് ഇപ്പോൾ അവർ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ശരി ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വാർത്തകൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ ഒരു അറിയിപ്പ് വരുന്നുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്നതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. അത് ഈ ജില്ലകളാണ്: തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കടലിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. തീരദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. പക്ഷേ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുണ്ട്, അത് തുടരും. മത്സ്യബന്ധനത്തിന് നിയന്ത്രണം തുടരുമെന്നാണ്, മത്സ്യബന്ധനത്തിന് നിയന്ത്രണം തുടരും എന്നുകൂടി ഇപ്പോൾ പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. സഭാ അധ്യക്ഷന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പരസ്യ പോർവിളിയുമായി ഓർത്തഡോക്സ് സഭയിലെ വൈദികർ മാധ്യമങ്ങളിൽ ആരോപണം ഉന്നയിച്ചതിന് വിശദീകരണം തേടിയതിന് നിലയ്ക്കൽ ഭദ്രാസനാധിപനെ രൂക്ഷമായി വിമർശിക്കുന്ന ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. ഇപ്പോൾ ഈ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനോട് വിശദീകരണം തേടിയതായുള്ള വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്. റിപ്പോർട്ട് കാണാം. സഭയ്ക്കുള്ളിൽ കുറെ കാലമായി പുകഞ്ഞുകിടക്കുന്ന ആഭ്യന്തര പ്രശ്നമാണ് നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ BJPയിൽ ചേർന്നതിന് തൊട്ടുപിന്നാലെ പുറത്തുവരുന്നത്. വൈദികർ അച്ചടക്കം ലംഘിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ നൽകിയത്. എന്നാൽ അതുകൊണ്ടും വൈദികർ തമ്മിലുള്ള പോര് അവസാനിക്കുന്നില്ല. BJPയിൽ ചേർന്ന ഫാദർ ഷൈജു കുര്യനെതിരെ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ചതിന് ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനോട് നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ജോഷ്യമ്മാർ നിക്കോദിമോസ് വിശദീകരണം തേടിയിരുന്നു. അതിനുള്ള ഫാദർ വാഴക്കുന്നത്തിന്റെ വാട്സപ്പിലൂടെയുള്ള മറുപടി: ഇത്തരത്തിൽ എന്റെ പേരിൽ ഒരു കൽപ്പന ഇറക്കേണ്ട ഒരാവശ്യവും ഇദ്ദേഹത്തിനില്ല. കാരണം എന്റെ നേരെ വന്ന വക്കീൽ നോട്ടീസിന് പകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. നിക്കോദിമോസേ, എടാ ഡാഷ്മോനെ, നിനക്ക് കൽപ്പനയ്ക്ക് മറുപടി തരാൻ എനിക്ക് മനസ്സില്ലടാ. ഭദ്രാസനാധിപന്റെ ചെയ്തികൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കുകയാണ് മാത്യൂസ് വാഴക്കുന്നം. അതേസമയം ഫാദർ ഷൈജു കുര്യനെതിരെ നിലയ്ക്കൽ ഭദ്രാസന കൗൺസിൽ എടുത്ത നടപടിയിൽ വ്യക്തതയില്ലെന്നാണ് വിശ്വാസി കൂട്ടായ്മയുടെ ആക്ഷേപം. 24 പത്തനംതിട്ട. കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആന്റോ ആന്റണി അദ്ദേഹം ആ റോഡ് ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ ഡിവിഷൻ 35 മീഞ്ചിറ റോഡ്, മനക്കപ്പറമ്പ് റോഡ്, പെരുമനത്താഴം റോഡ്, ചങ്ങമ്പുഴ റോഡ്, ഇവിടെയൊക്കെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്.
കലോത്സവം അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെയുണ്ട്. റയാൻ റഹീം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കടങ്ങോട് പഞ്ചായത്തിൻ്റെ 11ാം വാർഡ്, അവിടെ പട്ടയം നൽകാമെന്ന് പറഞ്ഞ് 3 വർഷം മുൻപ് വോട്ട് ചോദിച്ച് പലരും എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആരെയും അവിടേക്ക് കാണാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജയൻ ഗോപിനാഥൻ, അദ്ദേഹത്തിൻ്റെ മകൻ അദ്വൈതിൻ്റെ പിറന്നാളാണെന്ന് പറയുന്നു. അപ്പോൾ അദ്വൈതിന് പിറന്നാൾ ആശംസകൾ അത് അറിയിക്കുകയാണ്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അധിക വിഭവ സമാഹരണത്തിന് മാർഗം തേടി സർക്കാർ. ധനമന്ത്രി അധ്യക്ഷനായി 14-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അടുത്ത ബജറ്റിനായി അധിക വിഭവ സമാഹരണത്തിന് നൂതന മാർഗം കണ്ടെത്തണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും കേന്ദ്രവിഹിതം വൻതോതിൽ കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം. GST നടപ്പാക്കിയ ശേഷം അധിക വിഭവ സമാഹരണത്തിനുള്ള മാർഗം പരിമിതമാണെന്നാണ് ഉത്തരവിലുള്ളത്. നികുതി ചുമത്താൻ വളരെ കുറച്ച് മേഖലകൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. സർക്കാർ പ്രാധാന്യം നൽകുന്നതിനാൽ സാമൂഹ്യ മേഖലകളിൽ ചെലവ് കൂടുതലുമാണ്. അടുത്ത ബജറ്റിലേക്കുള്ള തുക കണ്ടെത്താൻ അധിക വിഭവ സമാഹരണമല്ലാതെ മറ്റു മാർഗമില്ല. ഈ സാഹചര്യത്തിലാണ് വിഭവ സമാഹരണത്തിനായി ധനമന്ത്രി KN ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ 14-അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ മുൻ പ്രൊഫസർ ഡോക്ടർ CP ചന്ദ്രശേഖർ, ഡോക്ടർ ഇന്ദിര രാജാരാമൻ, ഡോക്ടർ പിനാക്കി ചക്രബർത്തി, ഡോക്ടർ അഷിമ ഗോയൽ തുടങ്ങിയ ദേശീയ തലത്തിലെ സാമ്പത്തിക വിദഗ്ധരും സമിതി അംഗങ്ങൾ. അധിക വിഭവ സമാഹരണത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി സർക്കാരിന് സമഗ്രമായ റിപ്പോർട്ട് നൽകുകയാണ് സമിതിയുടെ ചുമതല. VA ഗിരീഷ്, 24 തിരുവനന്തപുരം. നമ്മൾ അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. നേരത്തെ സൂചിപ്പിച്ച മഴ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങളാണ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ജില്ല ഏതൊക്കെയെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ജില്ലകൾ ഏതൊക്കെയെന്ന്: തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഇപ്പോൾ AV ജയശങ്കർ ഉണ്ട് തിരുവനന്തപുരത്ത്. ജയശങ്കർ, എങ്ങനെയാണ് ഈ പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? ഉന്മേഷ്, നിലവിൽ 5 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ വലിയ തോതിൽ മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ഒപ്പം കടലിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. ഒപ്പം കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള നിയന്ത്രണങ്ങൾ തുടരും. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, ശരി. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ശ്യാമ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഹായ് പറയുമെന്ന് കൂടി ശ്യാമ ചോദിക്കുന്നുണ്ട്. ഹായ് ശ്യാമ. നേരത്തെ ഒരു പ്രേക്ഷകന്റെ പ്രതികരണം അത് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. സെയിം ന്യൂസ് ആണ് നമ്മൾ നൽകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ലല്ലോ, നമ്മളിപ്പോൾ നൽകിയ വാർത്തകളൊക്കെ ഇന്ന് സംഭവിച്ച വാർത്തകളാണ്. അത് ഇന്നലത്തെ വാർത്തകളല്ല. ഇന്നലത്തെ വാർത്തകളുടെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതിന്ന് നൽകിയിരുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സമയം വരെ നൽകിയിരുന്നത് പുതിയ വാർത്തകൾ തന്നെയായിരുന്നു. വണ്ടിപ്പെരിയാർ മുതൽ പ്രധാനപ്പെട്ട വാർത്തകൾ അതെല്ലാം ഇന്ന് സംഭവിച്ചതാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് അറിയില്ല. കലോത്സവം കൊല്ലത്ത് ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ഒരിക്കൽ കൂടി കലോത്സവ വാർത്തകളിലേക്ക് പോവുകയാണ്. കലോത്സവം കൊല്ലത്ത്. അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം. വീണ്ടും കലോത്സവ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. കലോത്സവത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അത് കാണാൻ പോയിട്ടുള്ളവർക്കറിയാം. കലോത്സവ വേദികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ മാത്രമല്ല, അവരുടെ അധ്യാപകരുണ്ടായിരിക്കും, പരിശീലകരുണ്ടായിരിക്കും. കുട്ടികൾ വേദിയിൽ അരങ്ങ് തകർക്കുമ്പോൾ സദസ്സിൽ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന അധ്യാപകരെ എല്ലായിടത്തും നമ്മൾ കാണും. നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇരുകാലുകൾക്കും സ്വാധീനമില്ലാതായിട്ടും കുട്ടികൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു അധ്യാപകനെയാണ്. പഴയിടത്തിന്റെ സദ്യ കഴിക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾ ഈ മനുഷ്യനെ ആദ്യമായി കണ്ടത്. കഴുത്തിലെ ടാഗ് കണ്ടാണ് സർക്കാർ അധ്യാപകനെന്ന് മനസ്സിലാക്കിയത്. കുറച്ചു സമയം അദ്ദേഹത്തിനായി മാറ്റിവെച്ചു. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പേര് നൌഷാദ്. സ്കൂൾ കൊല്ലം പന്മനമനയിൽ ഗവൺമെന്റ് SBCHSS. ഒന്നര വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ചാണ് കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടത്. ജീവിതത്തോട് പടവെട്ടി അറബി അധ്യാപകനായി. പരിമിതികളുടെ പേര് പറഞ്ഞ് കസേരയിലിരുന്നങ്ങ് പണി തീർത്ത് പണം വാങ്ങാൻ മനസ്സില്ലാത്ത നിശ്ചയദാർഢ്യം. അങ്ങനെ 5 വർഷമായി സ്കൂളിൻ്റെ കലോത്സവം കൺവീനർ.
അത് ഞാൻ സ്കൂളിലെ കലോത്സവത്തിൻ്റെ കൺവീനറാണ്. അപ്പോൾ എല്ലാ ഐറ്റങ്ങളും എൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കൊണ്ടുവരുന്ന വേറെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് ഉണ്ട്, എന്നാലും എൻ്റെ ആ ഒരു നിയന്ത്രണത്തിലാണ് ടീച്ചേഴ്സും കുട്ടികളും ഇവിടെ വരുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് ഞാനൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടാവുന്നില്ല. മറ്റുള്ളവരെക്കാൾ വളരെ എഫക്റ്റീവായിട്ടാണ് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇത്തവണ ആദ്യമായി 3 ഇനങ്ങളിൽ സംസ്ഥാന കലോത്സവ വേദിയിലേക്ക് പന്മനമനയിൽ സ്കൂൾ എത്തിയതിന് പിന്നിൽ നൗഷാദ് സാറിൻ്റെ ഇച്ഛാശക്തി. അറബി ഗാനത്തിൽ മുഹമ്മദ് ഹിദായത്തുള്ളയും കഥകളിയിൽ അഭിജിത്തും എ ഗ്രേഡ് നേടിയതിൻ്റെ സന്തോഷം. عزتي حبيبتي يا عزتي تشتكين من دموع ذلتي في زمان المستميل زينتي من عداوة اليهود هيبتي غزتي حبيبتي يا عزتي تشتكين من دموع ذلتي. കുട്ടികൾക്കും അവരുടെ അധ്യാപകനെപ്പറ്റി പറയുമ്പോൾ 100 നാവ്. സാറ് നല്ല സപ്പോർട്ടാണ്. എന്തിനായാലും സാറ് നല്ല സപ്പോർട്ടാണ്. കലോത്സവം എന്ന് മാത്രമല്ല, എന്ത് കാര്യത്തിനായാലും സാറിനോട് ചോദിച്ചാൽ നല്ല സപ്പോർട്ടാണ് സാറ് തരുന്നത്. പിന്നെ സാറ് എല്ലാ കാര്യങ്ങളായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ല പ്രചോദനം നൽകുന്നുണ്ട്. സാറ് തന്നെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നേ, കൊണ്ടുവന്ന നമ്മളെ നോക്കുന്ന തന്നെ സാറിൻ്റെ ഒരു പ്രചോദനമാണ്. സാറാണ് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം. തൻ്റെ കുട്ടികളെയും കൊണ്ട് പ്രതീക്ഷയോടെ ഒപ്പനയ്ക്ക് പോകുന്ന നൗഷാദ് സാറിനെ ഞങ്ങൾ വീണ്ടും കണ്ടു, മനസ്സു നിറഞ്ഞ് അവരുടെ പ്രകടനം ആസ്വദിക്കുന്നതും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഹോട്ട് ഫേവററ്റുകളൊന്നുമായിരുന്നില്ല പന്മനയിലെ ഈ സ്കൂൾ. ആ സ്കൂളിനെ വിജയത്തിൻ്റെ പടികൾ ഓരോന്നും കയറാൻ പ്രേരിപ്പിക്കുകയാണ് ഈ മനുഷ്യൻ. പരിമിതികൾ ഓരോന്നും തോറ്റുമടങ്ങുകയാണ്. തൻ്റെ കുട്ടികളുമായി വിജയയാത്രയിലാണ് നൗഷാദ് സാർ. ക്യാമറാമാൻമാരായ അരുണ സാറിനും ജിനുവിനുമൊപ്പം സലിം മാലിക്, 24 കൊല്ലം. ഇങ്ങനെ എത്ര നല്ല കാഴ്ചകളുണ്ട് ഓരോ കലോത്സവ വേദികളിലും. ഷാജി പൊയ്കയിൽ പറയുന്ന എൻ്റെ കമൻറ്റ് വായിക്കുന്നില്ല എന്നുള്ളതാണ്. ഷാജിയുടെ കമൻറ്റ് വായിച്ചിരിക്കുന്നു. ഹാഷ്മി എപ്പോൾ വരും കൊല്ലത്തെന്നാണ് മീരയുടെ ചോദ്യം. ഹാഷ്മി ഇന്ന് രാവിലെ കൊല്ലത്തുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് രാവിലെ മോർണിംഗ് ഷോ ചെയ്തത് മീര. സച്ചു പറയുന്നത് SKN കൊല്ലത്ത് പോയിരിക്കുകയല്ലേ എന്ന്. അതെ, SKN കൊല്ലത്ത് പോയിരിക്കുകയാണ്. അടുത്ത ദിവസം മോർണിംഗ് ഷോയും അവിടെ നിന്ന് ഉണ്ടാകും. കോഴിക്കോടിന് കലാകിരീടം കിട്ടുമെന്നാണ് കേരള ബ്ലോഗ്സിൽ നിന്നുള്ള പ്രതികരണം. ഈ വാർത്ത കണ്ടിട്ട്, നമ്മളിപ്പോൾ നൽകിയ വാർത്ത കണ്ടിട്ട് ഒരു ഹാപ്പിനെസ് വാർത്തയാണ് എന്നുള്ള പ്രതികരണമാണ് വിപിൻ ബെന്നി നടത്തുന്നത്. നമ്മൾ കലോത്സവ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. കലോത്സവ വേദി പലരുടെയും അതിജീവന വേദി കൂടിയാണ്. ലോട്ടറി വിൽപ്പനയിലൂടെ ജീവിക്കുന്ന സിന്ധുവിന് പുതിയ പ്രതീക്ഷയാണ് കൊല്ലത്തേക്ക് വീണ്ടും എത്തിയ കലോത്സവം. നോക്കി നിൽക്കെ മൈതാനമാകെ ജനക്കൂട്ടം നിറഞ്ഞു. വേഗമെത്താനുള്ള ഓട്ടത്തിലാണ് ചുറ്റിനുമുള്ള മനുഷ്യർ. അവർക്കിടയിലേക്കാണ് ഈ മുച്ചക്ര വാഹനം വരുന്നത്. വീടാണ്, ജീവിതമാണ് ഇവർക്ക് ഇവിടമാകെ. പകുതി 3/4 ദിവസം ശരിക്കും പറഞ്ഞാൽ ഈ ആശ്രമം മൈതാനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും ലൈഫ്. ഞങ്ങൾ കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് സമയം ചെലവഴിക്കുന്ന ഇവിടെയായിരുന്നു. 10 വർഷമായി ലോട്ടറി വിൽക്കുന്നതും ഇവിടെ തന്നെ. അങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്ന ഈ മൈതാനം അവർക്ക് വീടായി. ഇവിടെ കൂടുന്നവരും ആഘോഷവുമൊക്കെ അവരുടേതുമായി. അറുതിയില്ലാതെ ദുരന്തങ്ങൾ വന്നു പോകുമ്പോഴും കലയോടുള്ള ഇഷ്ടം സിന്ധു ചേച്ചിയുടെ ജീവിതത്തിന് നിറമേകി. കലയെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. ഈ ഡാൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അപ്പം അത് എവിടെ ഉണ്ടെങ്കിലും ഇത്തിരി നേരമെങ്കിലും അത് പോയി കാണും. അപ്പോൾ അത് മോനെയും കൂടെ കാണിക്കാൻ വേണ്ടിയുള്ള ഉത്സവത്തിൽ പോയി അവനെ കൂട്ടി വന്നതാണ് ഇത് കാണിക്കാനായിട്ട്. പറ്റാവുന്നത്ര വേദിയിലേക്ക് ഓടിയെത്താനുള്ള കിതപ്പിലാണ് ഇവർ. ഈ 3 വയസ്സുകാരനിലൂടെ ഇവരുടെ അറ്റുപോയ ആഗ്രഹങ്ങൾ നടക്കുമെന്നുറപ്പിച്ച് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഗോപിക സുരേഷ്, 24. നമ്മൾ നേരത്തെ ചില റോഡുകളുടെ ശോച്യാവസ്ഥയൊക്കെ ചില പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ചത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ലൈല, അത് കൊല്ലം ജില്ലയിലെ പുനലൂരിലെ ഒരു റോഡിൻ്റെ ശോച്യാവസ്ഥ പറയുന്നുണ്ട്. ആ സ്ഥലം പക്ഷേ വ്യക്തമാകുന്നില്ല. എളിക്കോട് എന്നുള്ളതാണ് ഒരു സ്ഥലം. അടുത്തത്
കവല എന്നാണ് തോന്നുന്നു. അങ്ങനെ റോഡ് ശോച്യാവസ്ഥയിലാണ്, ആളുകൾക്ക് വീണ് പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോഡിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. ഖത്തറിൽ നിന്ന് നമസ്കാരം പറയുന്നുണ്ട് ബൈജു. നമസ്കാരം ബൈജു. തിരിച്ചും നമ്മൾ വീണ്ടും കലോത്സവ വാർത്തയിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. കലോത്സവ വേദികളിൽ പാട്ടിൻ്റെ വിസ്മയം തീർത്തയാളാണ് ജയദേവ് കുമാർ. സ്വന്തം തട്ടകത്തിൽ കലോത്സവം നടക്കുമ്പോൾ ജയദേവ് കുമാർ ഒന്നും അറിയാതെ ആരാരുമില്ലാതെ ആശുപത്രി കിടക്കലാണ്. കൊല്ലം കലൈപുരത്തെ ആശ്രയ സങ്കേതം ജയദേവ് കുമാറിനെ ഏറ്റെടുക്കും. വർഷം 1977. അന്നത്തെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ജയദേവ് കുമാർ കലോത്സവങ്ങളിലെ ഗാനവേദികളിൽ തിളങ്ങുന്ന താരമായിരുന്നു. കൊല്ലം മുഖത്തല സെന്റ് ജൂഡ് സ്കൂളിന്റെ കലോത്സവ പോയിന്റുകളിൽ അധികവും ജയദേവിന്റെ വകയായിരുന്നു. ലളിതഗാനമായിരുന്നു പ്രധാന മത്സര ഇനം. ഗാനവേദികളിൽ പിന്നെയും ജയദേവ് ആളുകളെ കയ്യിലെടുത്തു. സിനിമയിലുൾപ്പെടെ വലിയ ഭാവി കൂട്ടുകാരൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ജീവിതം പല രൂപത്തിൽ വേട്ടയാടിയപ്പോൾ ജയദേവ് പ്രതീക്ഷിച്ചിടത്തെങ്ങും എത്തിയില്ല. ഏറെക്കാലമായി ഒരു വിവരവുമില്ലാതിരുന്ന ജയദേവിനെക്കുറിച്ച് കൂട്ടുകാരാണ് കലോത്സവം തുടങ്ങിയതിൽ പിന്നെ അന്വേഷണം നടത്തിയത്. ഏറ്റെടുക്കാൻ ആളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണെന്ന് അങ്ങനെയാണ് അറിഞ്ഞത്. വിവരം ലഭിച്ച ഉടൻ കലൈപുരത്തെ ആശ്രയ സങ്കേതം ജയദേവിനെ ഏറ്റെടുക്കാൻ തയ്യാറായി. ആശ്രയ ഏറ്റെടുത്തെങ്കിലും അദ്ദേഹം ചികിത്സ തുടരുകയാണ്. ചികിത്സ പൂർത്തീകരിച്ച ശേഷം നമ്മുടെ സ്ഥാപനത്തിലെ കലൈപുരം കൊട്ടാരക്കരയ്ക്ക് സമീപമുള്ള കലൈപുരം ആശ്രയയിലേക്ക് അദ്ദേഹത്തെ നമ്മൾ മാറ്റിക്കൊണ്ടു പോകുന്നതാണ്. ഇപ്പോൾ ചികിത്സ കണ്ടിന്യൂ ചെയ്യട്ടെ. ചികിത്സയ്ക്ക് മുടക്കം വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ സന്നദ്ധ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് നിന്നോ എല്ലാ ശുശ്രൂഷകളും ചെയ്തു വരികയാണ്. ഔദ്യോഗികമായി ആശ്രയ സങ്കേതം ജയദേവ് കുമാറിനെ ഏറ്റെടുത്തെങ്കിലും ചികിത്സ പൂർത്തീകരിക്കും വരെ ആശുപത്രിയിൽ തന്നെ തുടരും. 24 കൊല്ലം. ആദ്യ നാളുകളിലെല്ലാം പിന്നിലായാലും ഓവറോൾ കിരീടം അത് കോഴിക്കോട് തന്നെ കൊണ്ടുപോകുമെന്നാണ് സുരൂർ ആത്മവിശ്വാസം. ഇപ്പോഴും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് തൻ്റെ ജില്ലയ്ക്ക് കലാകിരീടം കിട്ടുമെന്നതിൽ. മോണോ ആക്ട് കാണാനെത്തുന്ന കാണികൾക്കും ഉണ്ടാകും ചില കഥകൾ പറയാൻ. കരുനാഗപ്പള്ളിയിൽ നിന്നെത്തിയ റോസമ്മ ടീച്ചർക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് വേദി 8-ലാണ്. ഇവിടെ മോണോ ആക്ട് ആണ് നടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് സ്റ്റോറിക്ക് സ്കോപ്പ് ഉള്ളതെന്ന് നോക്കി ഇങ്ങനെ സംസാരിച്ചൊക്കെ നടക്കുമ്പോൾ ആണ് റോസമ്മ ടീച്ചറിനെ കാണുന്നത്. റോസമ്മ ടീച്ചർ ഇവിടെ വന്നതിനൊരു കഥയുണ്ട്. അത് എന്തായാലും റോസമ്മ ടീച്ചർ തന്നെ പറയട്ടെ. റിട്ടയർഡ് HM ആണ് റോസമ്മ ടീച്ചർ. ശരി, എന്താ മോണോ ആക്ട് കാണാൻ വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? മോണോ ആക്ട് കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം എനിക്കൊരു മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പോൾ അത് നല്ലൊരു ഐറ്റം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതുവരെയുള്ള കണ്ടതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം കിട്ടിയോ? കുഴപ്പമില്ല, എങ്കിൽ പോലും ചിലതൊന്നും വ്യക്തമായ ഒരു പ്രൊനൗൺസിയേഷൻ എനിക്ക് തോന്നിയില്ല. ഞാനിനി ദൂരത്തിരുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല. എങ്കിലും മുൻപിൽ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നവരിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. എവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഞങ്ങളുടെ CMS മാനേജ്മെൻറ്റിൻ്റെ സ്ത്രീജന സഖ്യ ആ യൂണിറ്റിൽ ഞങ്ങൾ ജില്ലാതലമുണ്ട്, മേഖലാതലമുണ്ട്, അതുപോലെ തന്നെ മഹായിടവക തലമുണ്ട്. അവിടെയൊക്കെ മത്സരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള മത്സര വേദികളിൽ പോയി തുടങ്ങിയത്. കഴിഞ്ഞ വർഷം എനിക്ക് പദ്യപാരായണത്തിന് ഫസ്റ്റ് കിട്ടിയായിരുന്നു. എങ്ങനെയാണ് അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ? സ്വന്തമായിട്ടുള്ള ഒരു തോന്നൽ എങ്ങനെയാണ്? ഞാൻ പണ്ട് തൊട്ടേ അഭിനയിക്കും. എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എൻ്റെ ബൈക്കിലിരിക്കുന്ന 2 പേര്. അവരെയൊക്കെ ഞാൻ ഡിസ്കോയും ഡാൻസും എല്ലാം കളിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാണ് ടീച്ചർ അടിപൊളിയായിട്ട് അഭിനയിക്കും? ടീച്ചർ ഇപ്പോഴും ആവേശം കാത്തു സൂക്ഷിക്കുന്നുണ്ടാണ് ഞങ്ങൾ ടീച്ചറിൻ്റെ കൂടെ വന്നത്. അത് തന്നെയാണ്, ടീച്ചർ ഭയങ്കര വലിയ ആവേശത്തിലാണ്. ഏതായാലും ടീച്ചറിന് നല്ലൊരു ഐറ്റം കിട്ടുന്നത്. ടീച്ചർ നേരത്തെ പദ്യപാരാണോ അല്ലേ? ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് അവിടെ ഞാൻ കഴിഞ്ഞ വർഷം ചൊല്ലിയത് ശ്രീ മുരുകൻ കാട്ടാക്കട സാറിൻ്റെ പക എന്ന കവിതയാണ്. ഒന്ന് ചൊല്ലാം? 2 വരി ചൊല്ലാം. ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ഏതായാലും റോസമ്മ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. നല്ലൊരു മോണോ ആക്ട് കണ്ടുപിടിക്കാൻ പറ്റട്ടെ. രാജ്കിരണിനൊപ്പം ഗോപിക സുരേഷ്, 24. തമ്മിൽ കണ്ണൂരിൽ നിന്ന് പറയുന്നത് ഇതിപ്പോൾ ഇടവേള കാണാൻ ചാനൽ കാണുന്നത് പോലെയായി. ഇടവേളക്കിടയിൽ ഇത്തിരി വാർത്ത എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് വാർത്ത നൽകിയിട്ടാണ് ഇടവേളയിലേക്ക് പോയത്. മുസമിൽ എന്താണ് മുസമിലിന് അങ്ങനെ തോന്നിയത്? ബാലൻ ചുക്കാശ്ശേരി പറയുന്നു, പലവട്ടം മെസ്സേജ് വിട്ടിട്ടും അത് നോക്കാതിരുന്നപ്പോൾ മെസ്സേജ് കാണുന്നത് വരെ ക്ഷമയോടെ അയക്കാമെന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ്. ബാലൻ്റെ മെസ്സേജ് ഇപ്പോൾ കണ്ടിരിക്കുന്നു. 2 റോഡുകളുടെ ശോച്യാവസ്ഥ പറയാമോ എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് 2 പ്രേക്ഷകർ. ഷാഫി പറയുന്നത് പൊന്നാട് ടു തീണ്ടാപ്പാറ റോഡ് നടക്കാൻ പറ്റാതെ ആയിപ്പോയി എന്നുള്ളതാണ്. അതിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹത്തിനുള്ളത്. നമ്മളത് ഇപ്പോൾ
പറയുകയാണ്. നെടുമങ്ങാട് പൊന്മുടി റോഡൊക്കെ ആകെ പൊളിഞ്ഞു കിടക്കുന്നതെന്നാണ് അപർണ അവിടെ നിന്ന് പറയുന്നത്. അങ്ങനെ പ്രേക്ഷകർ വിവിധ വിഷയങ്ങളിൽ പ്രതികരണം അറിയിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കീഴിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് നിയമ കമ്മീഷന്റെ റിപ്പോർട്ട് തേടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ പൊതുജനങ്ങളോട് അഭിപ്രായം അറിയിക്കാൻ രാംനാഥ് കോവിന്ദ് സമിതി ആവശ്യപ്പെട്ടു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ശ്രമം. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക നിർദ്ദേശം ലഭിച്ചതായി 22ാം ദേശീയ നിയമ കമ്മീഷൻ സ്ഥിരീകരിച്ചു. ആദ്യം കേന്ദ്രം നൽകിയ നിർദ്ദേശത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നില്ല. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. പുതിയ റിപ്പോർട്ട് 3 മാസത്തിനകം കൈമാറാനാണ് നിയമ കമ്മീഷന്റെ ശ്രമം. ഈ മാസം 15 വരെ വിഷയത്തിൽ രാംനാഥ് കോവിന്ദ് സമിതി മുമ്പാകെ പൊതുജനങ്ങൾക്കും അഭിപ്രായം അറിയിക്കാം. ഓൺലൈനായി അടക്കം അഭിപ്രായം അറിയിക്കാൻ സൗകര്യമുണ്ട് എന്ന് സമിതി അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. അപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് സജീവമായി പുരോഗമിക്കുകയും ചെയ്യുന്നു. ബംഗാൾ രാഷ്ട്രീയം കലുഷിതമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ബംഗാളിൽ നിന്നിപ്പോൾ വരുന്ന ഒരു വാർത്ത, അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന ബംഗാൾ PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരിയുടെ പ്രസ്താവനയെ ACC നേതൃത്വം തള്ളുകയാണ്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്നത് കോൺഗ്രസിന്റെ നയമല്ല എന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. അത് പാർട്ടിയുടെ ദേശീയ നയമല്ല. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നയമല്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ PCC പ്രസിഡന്റ് പറയുന്ന അവിടുത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് അവിടെ തന്നെ ഉള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പശ്ചിമ ബംഗാളിൽ മോദിയും ദീദിയും തമ്മിൽ ശക്തമായ ബന്ധമുള്ളതിനാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ BJPക്ക് ധൈര്യമില്ല എന്നായിരുന്നു അധീർ രഞ്ജൻ ചൗധരിയുടെ പരാമർശം. നിതിൻ അംബുജനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. നിതിൻ, അപ്പോൾ PCCയെ തള്ളുന്നു ACC നേതൃത്വം. അത് മാത്രമല്ലല്ലോ, ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ സീറ്റ് വിഭജനം ഉണ്ടാകുമോ, ചർച്ച നടക്കുമെന്നൊക്കെ അറിയേണ്ടതുണ്ടല്ലോ. അങ്ങനെ കലുഷിതമായ അന്തരീക്ഷമാണല്ലോ ബംഗാളിൽ. നിതിൻ, ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ബംഗാളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ED സംഘത്തിനെതിരെ ആക്രമണത്തിൽ മമതാ ബാനർജി സർക്കാരിന്റെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസും BJPയും മുന്നോട്ട് വെച്ചത്. രാഷ്ട്രപതി ഭരണം വേണമെന്നൊരാവശ്യം കോൺഗ്രസും മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇതിനെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ തള്ളിയിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ ദേശീയ നയമല്ല എന്നാണ് KC വേണുഗോപാൽ ഇപ്പോൾ വ്യക്തമാക്കിയത്. പക്ഷേ അതാത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചാണ് PCCകൾ പ്രതികരിക്കാറെന്ന ഒരു നിലപാട് കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അത്തരമൊരു ജാഗ്രതയോടുള്ള ഒരു പ്രതികരണം AICC നേതൃത്വത്തിന്റെ ഭാഗത്തും വന്നിരിക്കുന്നത്. അതേസമയം തന്നെ സംസ്ഥാന ഘടകം മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോഴും AICC അത്തരം കടുത്ത പ്രതികരണങ്ങളിലേക്ക് പോകാതെ നിലപാട് മയപ്പെടുത്തിക്കൊണ്ടാണ് പ്രതികരണം ഉണ്ടായത്. എന്തായാലും സീറ്റ് വിഭജനം അടക്കമുള്ള ചർച്ചകളിലേക്ക് കടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്നത് കോൺഗ്രസിന്റെ ദേശീയ നയമല്ല എന്നുള്ള പ്രതികരണം KC വേണുഗോപാലിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ശരി നിതിൻ. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാൾ രാഷ്ട്രീയം അങ്ങനെ കലുഷിതമായി തുടരുന്നു. ജിജു മാത്യു പറയുന്നു ഗുഡ് ആഫ്റ്റർനൂൺ. അദ്ദേഹം കുവൈറ്റിൽ നിന്ന് കാണുന്നു. നിത്തു ഡോക്ടർക്കൊപ്പം ഞാൻ 24 കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്ന മകൾക്കൊപ്പം 24 കാണുന്നുള്ളതാണ്. ഏതായാലും അത് തുടരുക ഞങ്ങൾക്കൊപ്പം. വളരെ നന്ദിയുണ്ട് താങ്കൾ 24-നൊപ്പം തുടരുന്നതിൽ. അങ്ങനെ പ്രേക്ഷകർ സജീവമായി നമ്മോടൊപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരു അക്കൗണ്ടിൽ നിന്നൊരു ചോദ്യം, പമ്പയിൽ ബസ് കത്തിയ വാർത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാത്തത് എന്നുള്ളതാണ്. നമ്മൾ ആ വാർത്ത കൊടുത്തിരുന്നല്ലോ. ഇത് രാവിലെ വന്ന വാർത്തയാണ്. വാർത്ത വന്ന സമയത്ത് തന്നെ അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകിയതാണ് ആ സമയത്ത് എന്നത് ഓർക്കുമല്ലോ. പുതിയൊരു വാർത്തയിലേക്കാണ്. പ്രിയ വർഗീസിന്റെ നിയമനം നിയമവിരുദ്ധമല്ല എന്ന് കണ്ണൂർ സർവകലാശാല. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർവകലാശാല ഇക്കാര്യം വ്യക്തമാക്കിയത്. നിയമനത്തിൽ UGC മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ആർ രാധാകൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്ന്. ആർക്ക് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സർവകലാശാല ഇപ്പോൾ സുപ്രീം കോടതിയിൽ? കേരള ഹൈക്കോടതിയിൽ കണ്ണൂർ സർവകലാശാല പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ഈ സത്യവാങ്മൂലത്തിൽ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ ഈ വാദങ്ങൾ കേരള ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു. അതനുസരിച്ചാണ് പ്രിയ വർഗീസിന്റെ നിയമനം അത് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെ UGC ആണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറുപടി സത്യവാങ്മൂലമായി ഇപ്പോൾ കണ്ണൂർ സർവകലാശാല ഇക്കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. കണ്ണൂർ സർവകലാശാല പ്രധാനമായിട്ടും പറയുന്നത് UGCയുടെ എല്ലാ മാനദണ്ഡങ്ങളും അവർ പാലിച്ചിട്ടുണ്ട്. അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് പ്രിയ വർഗീസ് അർഹയാണ്, ചട്ടങ്ങൾ പ്രകാരം അർഹയാണ്. ഗവേഷക കാലയളവ് അധ്യാപക പരിചയത്തിൽ ഉൾപ്പെടും. അത് ആ വിധത്തിൽ പല കേസുകളും തങ്ങളുടെ മുന്നിൽ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയ വർഗീസിന്റെ കേസിൽ മാത്രം അതിലേതെങ്കിലും വിധത്തിലുള്ള ഒരു
മാറ്റം വേണമെന്ന വാദത്തിന് ഒരു അർത്ഥവുമില്ല എന്നാണ് സർവകലാശാല പറയുന്നത്. FDP പ്രകാരമുള്ള ഗവേഷണ കാലയളവാണ് പരിഗണിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടുന്നു കണ്ണൂർ സർവകലാശാല. ഒപ്പം സ്റ്റുഡന്റ് ഡീനായി പ്രവർത്തിച്ച കാലയളവ്, ആ കാലയളവ് സംബന്ധിച്ചിട്ടുള്ള കാര്യവും കണ്ണൂർ സർവകലാശാല ഈ മറുപടി സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് പ്രിയയ്ക്ക് യോഗ്യത നൽകുന്നു എന്നാണ് കണ്ണൂർ സർവകലാശാല പറയുന്നത്. ഈ UGCയുടെ സമർപ്പിച്ച അപ്പീലിലാണ് കണ്ണൂർ സർവകലാശാല ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി പ്രിയ വർഗീസിനെ സംരക്ഷിക്കുന്ന വിധത്തിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ശരി, RK രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ആശ പറയുന്നത് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് 24 കാണുന്നു എന്നുള്ളതാണ്. 24 കാണുന്നതിൽ സന്തോഷം. ഒപ്പം ആ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുക കൂടി ചെയ്യുകയാണ്. നമ്മളൊരു റിപ്പോർട്ടിലേക്ക് കൂടി വളരെ വേഗത്തിൽ പോകുന്നു. ചെന്നൈ മലയാളികളുടെ ഉത്സവരാവുകൾക്ക് നിറം പകർന്ന് മാർഗഴി മഹോത്സവത്തിന് തുടക്കം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംഗീത സംവിധായകൻ ശ്യാം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ തുടങ്ങി പ്രമുഖരെ ആദരിച്ചു. ചെന്നൈയിലെ മലയാളി കൂട്ടായ്മയായ ആശ്രയവും ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെണ്ടമേളത്തോടും സ്വാഗതഗാനത്തോടും കൂടിയാണ് ഈ വർഷത്തെ മാർഗഴി മഹോത്സവം ആരംഭിച്ചത്. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മേളയ്ക്ക് തിരിതെളിയിച്ചു. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, സംഗീത സംവിധായകൻ ശ്യാം, വ്യവസായി MP പുരുഷോത്തമൻ, സാമൂഹിക പ്രവർത്തക ശാന്തി രമേശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ MS സ്വാമിനാഥന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആശ്രയം അവാർഡ് പത്മശ്രീ ചെറുവയൽ രാമന് അടൂർ ഗോപാലകൃഷ്ണൻ സമ്മാനിച്ചു. തുടർന്ന് സംഗീത സംവിധായകൻ ശ്യാമിന്റെ പാട്ടുകൾ കോർത്തിണക്കിയ ശ്യാമം സുന്ദരം എന്ന കലാവിരുന്നും സംഘടിപ്പിച്ചു. നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെ അരങ്ങിലെത്തുന്ന മാർഗഴി മഹോത്സവം നാളെ സമാപിക്കും. 24 ചെന്നൈ. ഇനി വളരെ വേഗം ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക് കൂടി. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. അപ്പോൾ കാലാവസ്ഥ കണ്ടു. ഗുഡ് ആഫ്റ്റർനൂൺ. സമയം പൂർത്തിയാവുകയാണ്. അതിന് മുൻപ് റീന സതീശൻ പറയുന്നുണ്ട്, രാവിലെ ഹാഷ്മിയും പ്രമിതയും റിപ്പോർട്ടർമാരെയും ഒക്കെ കലോത്സവ വേദിയിൽ കണ്ടു. അവർ കുട്ടികളെപ്പോലെ തോന്നി, നല്ല രസമായിരുന്നു എന്നുള്ളതാണ്. കലോത്സവ വേദിയിൽ 24 അവതാരകരൊക്കെ ഉണ്ട്. സജീവമായി തന്നെ അവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിലും അത് ഉണ്ടാകും. കലോത്സവം തീരുന്നവരെ അതുവരെയും സജീവമായി തന്നെ പ്രേക്ഷകർ ഉണ്ടാകണം. ആ പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.